Hi, welcome to yet another interesting episode of Sure Shot. So, today we'll be discussing the first chapter of our class 11 physics, units and measurements. About Sure Shot Express let me introduce myself first of all. I am Twinkie Joseph, physics faculty at Brilliant Study Center, Pala. Okay, so നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളാണ്, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. നോർമലി സ്റ്റുഡൻസ് അത്ര ഈസി ആയതുകൊണ്ട് തന്നെ അവർ ഓക്കെ എല്ലാം അറിയാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ എടുക്കുന്ന ഒരു ചാപ്റ്ററാണ്. അത് നല്ല കാര്യമാണ്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പ്രാക്ടീസും കൂടെ ചെയ്യണം. ഓക്കെ, 100% യു വിൽ ബി ഗെറ്റിംഗ് വൺ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഷോർട്ടാണ്, ഷോർട്ട്. ഓക്കെ, ആൻഡ് ദർ ആർ ചാൻസസ് ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് മോർ ദാൻ വൺ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പർട്ടിക്കുലർ chapter of units and measurements. Okay, and this chapter basically it's an introductory chapter as well as a summarized chapter. ഇത് എല്ലാ നമ്മൾ ഈ വർഷം ഐ മീൻ ടു സേ നമ്മുടെ അക്കാഡമിക് ഇയറിൽ ഡിസ്കസ് ചെയ്യുന്ന ഫിസിക്സിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറ്റിയും ഇവിടെ ഒരു ഇൻട്രോ വരുന്നുണ്ട്. അതിൻ്റെ യൂണിറ്റ്സും ഡയമെൻഷൻസും ഒക്കെ നമ്മളെ വി ആർ ഗെറ്റിംഗ് എക്സ്പോസ് ടു ഓൾ ദ ന്യൂ യൂണിറ്റ്സ് ആൻഡ് ഐ മീൻ ന്യൂ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഐ ഷുഡ് സേ. അതിൻ്റെ എല്ലാം യൂണിറ്റ്സും മെഷർമെൻറ്റ്സും ഒക്കെ ഡയമെൻഷൻസും ഒക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതൊരു സമ്മറൈസ്ഡ് ചാപ്റ്ററാണെന്ന് പറയാൻ കാരണം എല്ലാവരുടെയും കാര്യം ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അതുകൊണ്ടാണ് സമ്മറൈസ്ഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്കിപ്പം നല്ല ഐഡിയ ആണ്, ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല ഫുൾ സ്വിങ്ങിൽ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാത്തിനെ പറ്റിയും കേട്ടിട്ടുണ്ട്, നല്ല ഐഡിയ ഉള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിച്ച് ഈ ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ ഫോർ ദ നെക്സ്റ്റ് 2.5 hours we'll be discussing all the detailed concepts and also the questions which are which have much more chances or short questions which may come for this upcoming JEE 2025. I should say the type of questions. Okay, അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങിയേക്കാം നമ്മുടെ ഷോർട്ടിൻ്റെ ഈ ഒരു സ്പെഷ്യൽ ക്ലാസ് ഐ ഷുഡ് സേ. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ദ ആക്സസ് ടു ദ നോട്ട്സ് ആൻഡ് ഓൾ ദ അതർ മെറ്റീരിയൽസ് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് QR കോഡ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാ നോട്ട്സും എല്ലാം നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആണ്. അതിൻ്റെ മെത്തേഡ് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു വോണ്ട് ഓൾ ദ ഫ്രീ നോട്ട്സ് ദെൻ ഗോ ടു ദ വീഡിയോ സൊല്യൂഷൻസ്, ദെൻ access to the previous year questions, everything is there. You have the access for the notes and the previous year questions. Okay, that is solved one. Fine. Okay, so let's start with our chapter, units and measurements. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ ഈ 2 വർഷം നമ്മൾ ഫിസിക്സിൻ്റെ അകത്ത് മൊത്തം ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതിൻ്റെ എല്ലാം യൂണിറ്റും അതിൻ്റെ എല്ലാം മെഷർമെൻറ്റും. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? ഈ പഠിച്ചേക്കുന്ന ഫോഴ്സ്, മാസ്, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഈ സംഭവങ്ങളെല്ലാം എന്താ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണല്ലേ. ഇതിൻ്റെ എല്ലാം യൂണിറ്റും ഡയമെൻഷൻസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ്സിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന സംഭവം മീറ്ററും ടെസ്ലയും ന്യൂട്ടണും ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലേ. അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ 2 years അല്ലെങ്കിൽ നമ്മുടെ JEEയിലെ സിലബസ് അനുസരിച്ചിട്ട് അല്ലെ നമ്മുടെ +1 +2 നമ്മൾ മൊത്തത്തിൽ 156 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഒരു 156+ എന്ന് കൂട്ടിക്കും, നോർമലി പറയാറില്ല, 156 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഈ 2 വർഷം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഇതിൻ്റെ എല്ലാ യൂണിറ്റും ഡയമെൻഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറേ യൂണിറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യൂണിറ്റ്സ് ഒറ്റയടിക്ക് ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും 2 ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസിനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നും, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ക്വാണ്ടിറ്റീസിനെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടിറ്റീസ് എല്ലാം മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണെന്ന് പറഞ്ഞു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് മൊത്തം ഈ മെഷർ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് അല്ലയോ. ഓക്കെ, എത്ര ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു ബൈ ദ വേ? 7 അല്ലേ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. പക്ഷേ സ്പെഷ്യലായിട്ട് നമുക്ക് 2 ആൾക്ക് വരെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അതാരാണ്? സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ്. ഏതൊക്കെയായിരുന്നു ആ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ്? ആ സപ്ലിമെൻ്ററി ആയിട്ട്
പിന്നീട് കണ്ടുപിടിച്ച ആ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയായിരുന്നു? നോട്ട് കണ്ടുപിടിച്ച്, പിന്നീട് നമ്മൾ വേറൊരു സെപ്പറേറ്റ് സെക്ഷനിലിട്ടേക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് ആരൊക്കെ? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും അല്ലേ? അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റിയും അതിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റ്സും ഡയമെൻഷൻസും ഒക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ബേസിക്കലി മെഷർമെൻറ്റ്? ഇപ്പം നമ്മൾ ഒരു കടയിൽ പോയി, ഓക്കെ, നമ്മളൊരു കടയിൽ പോയി നമ്മളോട് പറഞ്ഞു, നമ്മൾ ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെടുന്നത്? ലെറ്റ്സ് ആസ്ക് ഫോർ സം ഷുഗർ, പഞ്ചസാരയോ എന്തെങ്കിലും നമുക്കൊരു സംഭവം വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് പഞ്ചസാര വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കാരൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, എത്ര കിലോ പഞ്ചസാര വേണമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്ക് ലെറ്റ്സ് 5 kg പഞ്ചസാര വേണം, 5 കിലോഗ്രാം. 5 കിലോഗ്രാം ബേസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 5 × 1 kg. ശരിയല്ലേ? 5 × 1 kg. അപ്പോൾ 5 × 1 kg, ഈ 5 kg ഈ പറയുന്ന സംഭവമാണ് എന്ത്? മെഷർമെൻ്റ് എന്ന് പറയുന്നത്. 5 kg എന്ന് പറയുന്നതാണ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. മെഷർമെൻ്റ് എന്ന് പറയുന്നത് 1 kg എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? 1 kg എന്ന് പറയുന്നതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. 1 kg ആണ് നമ്മുടെ മാസിൻ്റെ യൂണിറ്റ്, അല്ലെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റിലെ യൂണിറ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതായത് മെഷർമെൻറ്റിലെ യൂണിറ്റ് 1 kg ആണെങ്കിൽ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നൊന്ന് നോക്കിക്കേ. മെഷർമെൻ്റ് എന്ന് പറയുന്നത് 5 kg എന്ന് പറഞ്ഞാൽ 5 × 1 kg. അതായത് 1 kg ആയ യൂണിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെഷർമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ 1 kg യൂണിറ്റ് എന്ന് വിളിക്കാൻ കാരണം ഇതാണ് സ്റ്റാൻഡേർഡ്. ലോകത്തെല്ലായിടത്തും, അമേരിക്കയിൽ പോയാലും ഉഗാണ്ടയിൽ പോയാലും എന്താ പറയുക, പിന്നെ എവിടെ പോകണ്ട, ആഫ്രിക്കയിൽ പോയാലും എവിടെ പോയാലും നമ്മുടെ 1 kg സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഏതാണോ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി used for comparison is called as unit, and the comparison with the standard quantity, that is what is called as measurement. ഇപ്പോൾ 2 seconds എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ basically that is equal to 2 × 1 second. 1 second യൂണിറ്റ് ആണ്, 2 second മെഷർമെൻ്റ് ആണ്. 1 second യൂണിറ്റ് ആണ്, 2 second മെഷർമെൻ്റ് ആണ്. അപ്പോൾ എല്ലാം ബേസിക്കലി നമ്മൾ ഈ പറയുന്ന മെഷർമെൻറ്റ്സ് എല്ലാം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളത് അതിനെയാണ് നമ്മൾ ഈ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് എഴുതാതെ ബോർഡ് എക്സാമിനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ടെസ്റ്റിനൊക്കെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ യൂണിറ്റ് എഴുതാത്തപ്പോഴത്തേക്കും നമുക്ക് 1/2 മാർക്ക് കുറയ്ക്കും അല്ലേ, അല്ലെങ്കിൽ ചിലർ 1 മാർക്ക് തന്നെ കുറച്ച് കളയും. അതിൻ്റെ കാരണം എന്താ? ആ ചുമ്മാ നമ്പർ എഴുതിയതിന് അർത്ഥമൊന്നുമില്ല അല്ലയോ? ഓക്കെ, സോ ദാറ്റ്സ് എ റീസൺ വൈ വി ആർ ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് യൂണിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ മനസ്സിലായി കാണും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് മെഷർമെൻ്റ് ആവത്തുള്ളൂ. യൂണിറ്റ് എഴുതിയില്ല, ജസ്റ്റ് നമ്പർ മാത്രം. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ഒരു കടയിൽ പോയി, ഓക്കെ, എഗെയിൻ കടയിൽ പോയി നമുക്ക് എന്താ പറയുക, സ്റ്റേഷനറി ഷോപ്പിൽ തന്നെ പോകാം. നമ്മുടെ പഞ്ചസാരയൊക്കെ കിട്ടുന്ന പലചരക്ക് കടയിൽ എഗെയിൻ നമ്മൾ ചോദിച്ചു പഞ്ചസാര വേണമെന്ന്. പഞ്ചസാര വേണമെന്ന് കടക്കാരൻ എഗെയിൻ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും, എത്ര കിലോ പഞ്ചസാര വേണമെന്ന്. ഞാൻ പറയുകയാണ്, എനിക്ക് എത്ര കിലോ പഞ്ചസാര വേണം? എനിക്ക് 1 കിലോ പഞ്ചസാര മതിയെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്ക് 1 കിലോ പഞ്ചസാര മതിയെന്ന് പറഞ്ഞു. ഓക്കെ, വേറൊരാൾ വന്നിട്ട് പഞ്ചസാര ചോദിച്ചപ്പോഴത്തേക്കും കടക്കാരൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തു. പക്ഷെ പുള്ളിക്കാരന് 1000 ഗ്രാം പഞ്ചസാര വേണമെന്നാണ്. പുള്ളി പറഞ്ഞ 1000 ഗ്രാം ആണെങ്കിലും ഞാൻ പറഞ്ഞ 1 കിലോ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കും സെയിം എമൗണ്ട് ഓഫ് ഷുഗർ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിക്കേ. കിലോഗ്രാമിൽ പറഞ്ഞാലും ഗ്രാമിൽ പറഞ്ഞാലും ഈ സെയിം മെഷർമെൻ്റ് ആണ്. അതായത് ഏത് യൂണിറ്റ് യൂസ് ചെയ്താലും മെഷർമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദ എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ ദാറ്റ്, അല്ലെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ that remains the same. അപ്പോൾ സെയിം മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് യൂണിറ്റ് യൂസ് ചെയ്താലും വേണ്ടില്ല, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് റിമെയിൻസ് ദ സെയിം. വേണമെങ്കിൽ കിലോഗ്രാമിൽ പറയാം, ഗ്രാമിൽ പറയാം, മില്ലിഗ്രാമിൽ പറയാം. സെയിം മെഷർമെൻ്റ് ആണെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി സെയിം തന്നെയാണ്. അല്ല, ഒരു തുണിക്കടയിൽ പോയിട്ട് ഒരാൾ 1 മീറ്റർ പറഞ്ഞാലും വേറെ ആൾ 100 സെൻറ്റിമീറ്റർ പറഞ്ഞാലും 2 പേർക്കും സെയിം ലെങ്ത് ഓഫ് ക്ലോത്ത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ശരിയല്ലയോ? അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കേ.
ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലെ നമ്പർ സെയിം മെഷർമെൻ്റ് ആണെങ്കിൽ കേട്ടോ, സെയിം മെഷർമെൻ്റ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലെ നമ്പർ, ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഓഫ് യൂണിറ്റിലെ നമ്പർ n1ഉം ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഓഫ് യൂണിറ്റിലെ യൂണിറ്റ് u1ഉം ആണെങ്കിൽ ഉറപ്പായിട്ടും ദാറ്റ്സ് ഈക്വൽ ടു ദ നമ്പർ ഇൻ ദ സെക്കൻഡ് സിസ്റ്റം ഇൻ ടു ദ യൂണിറ്റ് ഇൻ ദ സെക്കൻഡ് സിസ്റ്റം. ശരിയല്ലേ? ബിക്കോസ് ഫോർ ദ സെയിം മെഷർമെൻറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി റിമെയിൻസ് സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്. ഏത് സിസ്റ്റം ഓഫ് യൂണിറ്റ് യൂസ് ചെയ്താലും വേണ്ടില്ല, സെയിം മെഷർമെൻറ്റിൽ ദ മാഗ്നിറ്റ്യൂഡ്, ദ എമൗണ്ട് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് റിമെയിൻസ് ദ സെയിം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് n1 u1 is equal to n2 u2. n1 u1 is equal to n2 u2. അപ്പോൾ ഫസ്റ്റ് സിസ്റ്റത്തിലെ നമ്പർ n1, ഫസ്റ്റ് സിസ്റ്റത്തിലെ മാസിൻ്റെ യൂണിറ്റ് m1 ആണ്, അതിൻ്റെ പവർ a ആണ്. ഫസ്റ്റ് സിസ്റ്റത്തിലെ ലെങ്തിൻ്റെ യൂണിറ്റ് L1ഉം അതിൻ്റെ പവർ b യും ആണെങ്കിൽ, ഫസ്റ്റ് സിസ്റ്റത്തിലെ ടൈമിൻ്റെ യൂണിറ്റ് T1ഉം അതിൻ്റെ പവർ c യും ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു സെക്കൻഡ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റിലെ നമ്പർ ഇൻ ടു. ഈ പവേഴ്സ് എല്ലാം സെയിം തന്നെ ആവണ്ടേ? കാരണം സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പറ്റിയല്ലേ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡെൻസിറ്റിയെ വേണമെന്നുണ്ടെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ പറയാം. ഡെൻസിറ്റിയെ വേണമെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ പറയാം. ഡെൻസിറ്റിയെ വേണമെന്നുണ്ടെങ്കിൽ CGS യൂണിറ്റ് ആയിട്ടുള്ള ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിൽ വേണമെങ്കിലും പറയാം, ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിൽ വേണമെങ്കിലും പറയാം. പക്ഷേ സെയിം മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി സെയിം അല്ലേ? നോക്കിക്കേ, അതിൻ്റെ അകത്തെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ പവേഴ്സ് അതും സെയിം അല്ലേ? അപ്പോൾ എങ്ങനെയാണെങ്കിലും യൂണിറ്റിൻ്റെ പവേഴ്സ് സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പറയുമ്പം എന്തായാലും സെയിം ആയിട്ട് തന്നെ വരണം, അല്ലയോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സിസ്റ്റത്തിലെ യൂണിറ്റ് m2ഉം സെക്കൻഡ് സിസ്റ്റത്തിലെ ലെങ്തിൻ്റെ യൂണിറ്റ് L2 ടൈമിൻ്റെ യൂണിറ്റ് T2 ആണെങ്കിൽ ഇതേ സെയിം പവേഴ്സ് തന്നെ വേണ്ടേ ഇവിടെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ അതിനുകൊണ്ടുള്ളൊരു പ്രയോജനം എന്താണെന്ന് നോക്കിക്കേ. നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഓഫ് യൂണിറ്റിലെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു പർട്ടിക്കുലർ സിസ്റ്റം ഓഫ് യൂണിറ്റിലെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ഒരു മെഷർമെൻറ്റ് തന്നേക്കുന്നത്, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് തന്നേക്കുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലെ മെഷർമെൻറ്റ് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഡിഫൈൻ ചെയ്തു. പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 3 ഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലെങ്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 10 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 0.1 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു സിസ്റ്റം ഓഫ് യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റിൻ്റെ അകത്ത് മാസിൻ്റെയും ലെങ്തിൻ്റെയും ടൈമിൻ്റെ ഒക്കെ യൂണിറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയ സ്ഥിതിക്ക് ഇവിടെ ഏത് പവറാണോ ഉള്ളത് അതേ സെയിം പവേഴ്സ് തന്നെ വേണ്ടേ നമ്മുടെ പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് ഫസ്റ്റ് സിസ്റ്റത്തിലെ നമ്പർ 2 ആണ്. ഫസ്റ്റ് സിസ്റ്റത്തിലെ മാസിൻ്റെ യൂണിറ്റിൻ്റെ പവർ എത്രയാണ്? ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ എത്രയാണെന്ന് അർത്ഥം 1 ആണ്. മാസിൻ്റെ യൂണിറ്റിൻ്റെ പവർ ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ പുതിയ സിസ്റ്റത്തിൻ്റെ അകത്തും മാസിൻ്റെ യൂണിറ്റിൻ്റെ പവർ 1 തന്നെ വരണ്ടേ? സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കാര്യമല്ല പറയുന്നത്. അതുപോലെ ഇവിടെ 2 ആണെന്നുണ്ടെങ്കിൽ ലെങ്തിൻ്റെ യൂണിറ്റിൻ്റെ പവറും 2 തന്നെ വരണം. ഇവിടെ -2 ആണെങ്കിൽ ഇവിടെ -2 തന്നെ വരണം. അപ്പോൾ പുതിയ സിസ്റ്റത്തിൻ്റെ അകത്തെ നമ്പർ n2 എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കിതങ്ങ് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ മേലെ, ബാക്കി എല്ലാം അറിയാമല്ലോ. ഇപ്പോൾ n2 is the only unknown quantity. അപ്പോൾ പുതിയ സിസ്റ്റത്തിലെ നമ്പർ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പല പ്രാവശ്യം ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണിൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ദിസ് വാസ് ആക്ച്വലി ആസ്ക്ഡ് ഇൻ യുവർ
JEE 2019 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലെ മെഷർമെൻറ്റ് തന്നിട്ട് പുതിയ സിസ്റ്റത്തിലെ യൂണിറ്റും പറഞ്ഞു തന്നിട്ട് അതിലെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ കോൺസെപ്റ്റാണ്. N1 U1 = N2 U2 വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ബാക്കി എല്ലാം അറിയാം. N1 അറിയാം, U1 അറിയാം, N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. പുതിയ സിസ്റ്റത്തിലെ യൂണിറ്റും അറിയാം. അപ്പോൾ സെയിം പവേഴ്സ് തന്നെ വേണം, സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. നോക്കിയാലോ? ഓക്കെ, സോ ചെക്ക് ഇറ്റ് ഔട്ട്. The density of a material in SI units is 128 kilogram per meter cube. In certain units in which the unit of length is 25 centimeter and the unit of mass is 50 gram, the numerical value of density of the material is. So, നമുക്ക് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ അകത്ത് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. പർട്ടിക്കുലർ സിസ്റ്റത്തിലെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 128 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന്. ഇനി ഇൻ സർട്ടൻ യൂണിറ്റ്സ് ഇനി ഒരു പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ വിച്ച് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് 25 സെൻറ്റിമീറ്റർ, യൂണിറ്റ് ഓഫ് മാസ് ഈസ് 50 ഗ്രാം, ന്യൂമെറിക്കൽ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പുതിയ സിസ്റ്റത്തിൻ്റെ അകത്ത് ന്യൂമെറിക്കൽ വാല്യൂ ഓഫ് ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ആദ്യമേ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് നിങ്ങൾ ഇപ്പം തന്നെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാണായിരിക്കും അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു സോൾവ് ദിസ്. ഓക്കെ, അപ്പം നമുക്ക് ഡെൻസിറ്റിയുടെ കാര്യം കൊടുത്തിരിക്കുന്ന സിസ്റ്റത്തിൽ പറഞ്ഞേക്കുന്നത് 128 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ (-3) എന്നാണ്. അതായത് N1 നമുക്ക് തന്നേക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഫോർ ദ സെയിം മെഷർമെൻറ്റ് N1 U1 = N2 × U2. അപ്പോൾ N1 നമുക്ക് തന്നിട്ടുണ്ട് 128 ആണെന്ന് തന്നിട്ടുണ്ട്. ആ ഫസ്റ്റ് സിസ്റ്റത്തിലെ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് കിലോഗ്രാം മീറ്റർ (-3) ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ദ ന്യൂമെറിക്കൽ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ദ തിങ് വിച്ച് ഈസ് ആസ്ക്ഡ് ഈസ് N2 എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. വി ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് N2. ആൻഡ് ഏത് സിസ്റ്റത്തിലാണ്? പുതിയ സിസ്റ്റത്തിലെ യൂണിറ്റ് പറയുന്നുണ്ട്. ഇൻ വിച്ച് ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് 25 സെൻറ്റിമീറ്റർ. ലെങ്തിൻ്റെ യൂണിറ്റ്, പുതിയ സിസ്റ്റത്തിലെ ലെങ്തിൻ്റെ യൂണിറ്റ് 25 സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് N2 ആണ് കണ്ടുപിടിക്കേണ്ടത്. പുതിയ സിസ്റ്റത്തിലെ ലെങ്തിൻ്റെ യൂണിറ്റ് 25 സെൻറ്റിമീറ്റർ ആണ്. പുതിയ സിസ്റ്റത്തിലെ ലെങ്തിൻ്റെ യൂണിറ്റ് 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പവറോ ഈ കൊടുത്തിരിക്കുന്ന സിസ്റ്റത്തിൽ ലെങ്തിൻ്റെ പവർ ഏതാണോ അതേ സെയിം പവർ തന്നെ ഇവിടെയും യൂസ് ചെയ്യണം. അതേ സെയിം പവർ തന്നെ പുതിയ സിസ്റ്റത്തിലും യൂസ് ചെയ്യണം. അതുകൊണ്ട് -3. ഓക്കെ, ഇനി കൊടുത്തിരിക്കുന്ന സിസ്റ്റത്തിൽ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, പവർ 1 ആണ് എന്നുണ്ടെങ്കിൽ പുതിയ സിസ്റ്റത്തിലെ മാസിൻ്റെ യൂണിറ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 50 ഗ്രാം. പുതിയ സിസ്റ്റത്തിലെ യൂണിറ്റ് ഓഫ് മാസ് 50 ഗ്രാം ആണ് പറഞ്ഞേക്കുന്നത്. സോ 50 ഗ്രാം. കൊടുത്തിരിക്കുന്ന സിസ്റ്റത്തിലെ മാസിൻ്റെ പവർ 1 ആയ സ്ഥിതിക്ക്, മാസിൻ്റെ യൂണിറ്റിൻ്റെ പവർ 1 ആയ സ്ഥിതിക്ക് പുതിയ സിസ്റ്റത്തിൻ്റെ അകത്ത് മാസിൻ്റെ യൂണിറ്റിൻ്റെ പവർ എന്ത് തന്നെ വരണം? 1 തന്നെ വരണം. സെയിം 1 തന്നെ വരണം. നൗ ദ സിംപ്ലിഫിക്കേഷൻ ഈസ് വെരി ഈസി. സി, നമുക്ക് കിലോഗ്രാമും ഗ്രാമും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ കോമൺ ആയിട്ടുള്ളത് ആ യൂണിറ്റ് കോമൺ ആക്കിയിട്ട് മാത്രമേ സിംപ്ലിഫൈ ചെയ്യാവുള്ളൂ. ഓക്കെ, സോ 128 ഇൻറ്റു നമുക്ക് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് ആക്കാമല്ലോ. നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10³ ഗ്രാം. ആൻഡ് 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയായിരുന്നു? 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ? 1 മീറ്റർ = 10² സെൻറ്റിമീറ്റർ. പവർ (-3) is equal to N2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഇൻറ്റു 50 ഗ്രാം power 1 into 25 centimeter power -3. See, ഈ ചാപ്റ്ററിൽ നിന്നല്ല ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിലും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ആ എക്സ്പൊണൻഷ്യൽ ഓപ്പറേഷൻസിൻ്റെ ഫോർമുലാസ് നല്ല യൂസ്ഫുൾ ആണ്. ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ ഫോർമുലാസ് ആയിരുന്നു? a raised to m into a raised to n, that's equal to a raised to
a raised to m plus n, and also a raised to m divided by a raised to n, that's equal to a raised to m minus n, and also a raised to m the whole raised to n, that's equal to a raised to m into n. ഈ 3 ഫോർമുലാസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്, സ്പെഷ്യലി യൂണിറ്റ് കൺവേർഷൻസിൻ്റെ ഒക്കെ കേട്ടോ. ഓക്കെ, എനിവേസ് നൗ ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മുടെ ഈ രണ്ട് സൈഡിലും ഗ്രാം ഉണ്ട്, ദേ ക്യാൻസൽ ആയിപ്പോയി. രണ്ട് സൈഡിലും സെൻറ്റിമീറ്റർ റൈസ് ടു -3 ഉണ്ട്, ക്യാൻസൽ ആയിപ്പോയി. സോ ദെയർ ഫോർ നമുക്ക് എന്താ വരുന്നത് നോക്കിക്കേ. സോ therefore what are we getting? Yeah, so therefore n2 is equal to, so therefore n2 is equal to 128 into എന്തൊക്കെയുണ്ട് ഇവിടെ 10 ക്യൂബ് ഉണ്ട്, പിന്നെ 10 raised to 2 into -3, 10 raised to 2 a raised to m the whole raised to m n എന്ന് പറഞ്ഞാൽ a raised to m into n ആണ്. സോ 2 into -3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that's -6, so into 10 raised to -6 the whole divided by n2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കൂടെയുള്ളതെല്ലാം ഡിനോമിനേറ്ററിലേക്ക് വരും. സോ ഹോൾ ഡിവൈഡഡ് ബൈ 50 into 25 raised to -3. So when you simplify this 25 raised to -3, if you want me to simplify, I can do that. Okay, so when you simplify, you will be getting the value of n2 as that would be equal to 40. n2 is equal to 40, which is option 4, and that's the right choice for this particular question, option 4. Okay, simplify ചെയ്യണമെന്നുണ്ടെങ്കിൽ let's see how to simplify this one. It's actually very simple. Okay, so this is equal to 128 into 10 raised to 3 minus 10 raised to 6. 10 raised to 3 into 10 raised to 6 is, that is 10 raised to -3 into divided by, okay, 25 raised to -3, that will go to the numerator. So 25 cube divided by 50, right? So you can just simplify this. 25 cube, that is 25 into 25 into 25, and 25 into 2 is 50, and when you simplify, you will be getting the answer as 40. Okay, so that is the final answer for this particular question. So basic simple concept ആണ് നമ്മൾ യൂസ് ചെയ്തത്. n1 u1 is equal to n2 u2. So give the corresponding number and the unit. Always make sure that കൊടുത്തിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ അകത്തെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ പവേഴ്സ് ഏതാണോ അതേ സെയിം പവേഴ്സ് തന്നെ പുതിയ സിസ്റ്റത്തിൻ്റെ അകത്തും യൂസ് ചെയ്യണം. ഓക്കെ, ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ യൂണിറ്റ്സ് ഉണ്ടല്ലോ, ഏതിനാണ് ലൈറ്റ് ഇയർ, അതേപോലെ പാർ സെക്കൻഡ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മാസിൻ്റെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, 1 ക്യാരറ്റ് എത്രയാണ്? എല്ലാവർക്കും ഇപ്പോൾ പെട്ടെന്ന് ക്യാരറ്റ് തിന്നുന്ന ക്യാരറ്റ് ആയിരിക്കും ഓർമ്മ വന്ന്. അതല്ലെന്ന് നമ്മുടെ ഗോൾഡിൻ്റെ ഒക്കെ ക്യാരറ്റ് പറയത്തില്ലേ, 1 ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രയായിരുന്നു? 0.2 ഗ്രാം. അങ്ങനെ സ്പെഷ്യൽ യൂണിറ്റ്സിൻ്റെ കുറച്ചൊക്കെ അതെന്താണെന്നുള്ള അല്ലെങ്കിൽ അത് ഏത് യൂണിറ്റാണ് അതിൻ്റെ വാല്യൂസൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്കും പറയാൻ പറ്റും. ആൻഡ് സ്പെസിഫിക്കലി നമ്മുടെ ലൈറ്റ് ഇയറും പാർ സെക്കൻഡും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇയറും സെക്കൻഡും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ യൂണിറ്റ്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് തോന്നും അത് ആരുടെ യൂണിറ്റാണ്. ഇയറും സെക്കൻഡും ഒക്കെ ഉള്ളപ്പം പെട്ടെന്ന് തെറ്റിദ്ധരിക്കും നമ്മളത് ടൈമിൻ്റെ യൂണിറ്റാണ്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യമാണ് ലൈറ്റ് ഇയറും പാർ സെക്കൻഡും ഒക്കെ എന്തിൻ്റെ യൂണിറ്റാണ്? ലൈറ്റ് ഇയറും പാർ സെക്കൻഡും ഒക്കെ എന്തിൻ്റെ യൂണിറ്റാണ്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അല്ലയോ? എന്തിൻ്റെ യൂണിറ്റാണ്? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ലൈറ്റ് ഇൻ 1 year വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, ദാറ്റ്സ് വാട്ട് ഈസ് കോൾഡ് ആസ് 1 light year. 1 light yearൻ്റെ വാല്യൂ ഒക്കെ നമുക്കറിയാമല്ലോ. 1 light year എത്രയായിരുന്നു? 1 light year ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? പറഞ്ഞോ, പോരട്ടെ, കേൾക്കട്ടെ. 9.46 into 1 light year ഈസ് ഈക്വൽ ടു 9.46 into 10 raised to 15 meter. 1 light year is equal to 9.46 into 10 raised to 15 meter. Okay. Now 1 light year ഇതാണ്. അതേപോലെ തന്നെ 1 parsec. 1 parsec is equal to parsecond അല്ലെങ്കിൽ പാരാലാക്റ്റിക് സെക്കൻഡ് എന്ന് പറയും. 1 parsecond is equal to 3.26 light years. In terms of light year ആണെങ്കിൽ 3.26 light years, or that is also equal to 3.08 into 10 raised to 16 meter. That's also equal to 3.08 into 10 raised to 16 meter. പിന്നെ അതേപോലെ തന്നെ പാർ സെക്കൻഡ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് എത്രയായിരുന്നു? 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, 1 AU, 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1.496 into
10⁻11 meter. 1.496 into 10⁻11 meter. അപ്പോൾ അങ്ങനെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാസ് സെക്കൻഡ്, ലൈറ്റ് ഇയർ, ഇതിൻ്റെയൊക്കെ അത്യാവശ്യം വാല്യൂസ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 1 ക്യാരറ്റ് നമ്മൾ ഓൾറെഡി കണ്ടു. 1 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് പറഞ്ഞത്? 1 ക്യാരറ്റ് മാസിൻ്റെ ഒരു സ്പെഷ്യൽ യൂണിറ്റ് ആണ്. 0.2 gram അല്ലെങ്കിൽ 200 milligram എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. ഓക്കെ, അപ്പം എന്താ പറയുക, അല്ലെങ്കിൽ AMU, 1 അറ്റോമിക് മാസ് യൂണിറ്റ് എത്രയായിരുന്നു? 1.67 into 10⁻⁻27 kilogram. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് ഒക്കെ നമ്മൾ ഓർത്ത് അതിൻ്റെ വാല്യൂസ് ഒക്കെ മനസ്സിലാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. നോക്കിക്കേ, നമുക്ക് വന്നിരുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. അത് ഏത് വർഷം വന്ന് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. നോക്കിക്കേ, given below are 2 statements. Statement 1, astronomical unit, parsecond and light year are units for measuring astronomical distances. അപ്പോൾ ആ പറഞ്ഞേക്കുന്ന സംഭവം ശരിയാണോ എന്ന് നോക്കിക്കേ. ശരിയല്ലേ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് ആണ്. ലൈറ്റ് ഇയർ, പാർ സെക്കൻഡ്, ഇതിൻ്റെയൊക്കെ വാല്യൂസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കേട്ടോ. ഓക്കെ, ഇതിൻ്റെയൊക്കെ വാല്യൂസ് അല്ലെങ്കിൽ ഇതൊക്കെ ആസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. സോ ആ പറഞ്ഞേക്കുന്നത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാസ് സെക്കൻഡ് ആൻഡ് ലൈറ്റ് ഇയർ ആർ യൂണിറ്റ്സ് ഫോർ മെഷറിംഗ് ആസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസസ്. വെരി ലാർജ് ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞേക്കുന്നത് ശരിയാണ്. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് 2, ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ലെസ് ദാൻ പാർ സെക്കൻഡ് ലെസ് ദാൻ ലൈറ്റ് ഇയർ. ആ നമുക്ക് നോക്കണമല്ലേ, നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 1 AU എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. 1.496 into 10⁻11 meter ആണ്. ഓക്കെ, 1 പാർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 പാർ സെക്കൻഡ് ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്തായാലും അതായിരിക്കും ഏറ്റവും വലുത്. അപ്പം തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് തെറ്റാന്നുള്ളത്. 3.08 into 10⁻16 meter ആണ്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് 3.26 ലൈറ്റ് ഇയർ ആണ്. അതേപോലെ തന്നെ 1 ലൈറ്റ് ഇയറിൻ്റെ വാല്യൂ നമുക്കറിയാം 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 into 10⁻15 meter ആണ്. 9.46 into 10⁻15 meter ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. നോക്കിക്കേ, നമുക്ക് 10ൻ്റെ പവേഴ്സ് തന്നെ നോക്കിയേക്കാം. എല്ലാം 9.3.1 പോയിന്റ് എന്നുള്ള ഇതിലാണ്. ഓക്കെ, എൻ്റെ അത് ഏറ്റവും വലിയ 10ൻ്റെ പവർ ഏതാ? 10⁻11 ആണോ, 10⁻16 ആണോ, 10⁻15 ആണോ? എല്ലാം മീറ്ററിൽ തന്നെയാണ്. ഏതാ ഏറ്റവും വലുത്? പാർ സെക്കൻഡ് അല്ലയോ? അപ്പോൾ പാർ സെക്കൻഡ് അല്ലേ ഏറ്റവും വലുത്? പാർ സെക്കൻഡ് ആണ് ഏറ്റവും വലുത്. അങ്ങനെയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഏതാ? 11, 16, 15 എന്ന് പറയുമ്പോൾ AU അല്ലേ ഏറ്റവും ചെറുത്? അപ്പോൾ ഏറ്റവും ചെറുത് AU ആണ്. അത് കഴിഞ്ഞിട്ട് 11 കഴിഞ്ഞാൽ പിന്നെ 15 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഇയർ ആണ്. അത് കഴിഞ്ഞാലാണ് നമ്മുടെ പാർ സെക്കൻഡ് വരുന്നത്. നോക്കിക്കേ, അപ്പോൾ എന്താണ് ഓർഡർ വന്നേക്കുന്നത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ലെസ് ദാൻ, ലൈറ്റ് ഇയർ ലെസ് ദാൻ, പാർ സെക്കൻഡ്. അപ്പോൾ ഈ തന്നേക്കുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓർത്ത് വെച്ചേക്കുക പാരലാക്റ്റിക് സെക്കൻഡ് ആണ് ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഓർത്ത് വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റിപ്പോയി. സോ ഏതായിരിക്കും കറക്റ്റ് ചോയ്സ്? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്, വിച്ച് ഈസ് ഓപ്ഷൻ 2, ആൻഡ് ദാറ്റ്സ് റൈറ്റ് ചോയ്സ് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയുമാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ സ്മോളസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഏതായിരുന്നു? സ്മോളസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് കറക്റ്റ്, ഫെർമി. സ്മോളസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്താണ്? ഫെർമി. ഓക്കെ, കുറേ ആൾക്കാർ എക്സ്ക്യൂസ് മീ, ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട്. ഹായ്, യെസ്, ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ചോയ്സ്. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ഓക്കെ, സോ ലെറ്റ്സ് പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് ഐഡിയ. ഓക്കെ, അതിൻ്റെ ഒരു കാര്യം പറയട്ടെ. നമുക്ക് 10 മാങ്ങയും 5 ചക്കയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 15 ചക്ക മാങ്ങ എന്ന് എഴുതാൻ പറ്റുമോ?
ഇല്ലല്ലേ? 10 മാങ്ങയുണ്ട്, 10 മാങ്ങയുണ്ട്, 5 ചക്കയുണ്ട്, 5 ചക്കയുണ്ട്. അത് അങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റ് ഉള്ള ക്വാണ്ടിറ്റീസ് അല്ലെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസാണ്. അപ്പോൾ സെയിം യൂണിറ്റ് ഉള്ള ടേംസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിലും പറ്റത്തുള്ളൂ. ഇപ്പം എന്നാ പറഞ്ഞത്? സെയിം യൂണിറ്റ് ഉള്ള ടേംസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിലും പറ്റത്തുള്ളൂ. പക്ഷേ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വലിയ ഭാവമൊന്നുമില്ല കേട്ടോ. ഏത് യൂണിറ്റ് വെച്ചിട്ട് വേണേലും മൾട്ടിപ്ലൈ ചെയ്യുവോ ഡിവൈഡ് ചെയ്യുവോ എന്ത് വേണേൽ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അങ്ങനത്തെ ഒരു വലിയ ഭാവമില്ല. പക്ഷേ ആഡ് ചെയ്യണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും എല്ലാ ടേംസിനും സെയിം യൂണിറ്റ് ആയിരിക്കണം. ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞൊരു ഐഡിയ ഇതാണ്. ഇപ്പം ഞാനൊരു ജനറൽ ആയിട്ടൊരു എക്സ്പ്രഷൻ എഴുതുവാണെങ്കിൽ സപ്പോസ് ഇസ് ഈക്വൽ ടു a ± b, 3 ടേംസ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ്റെ അകത്ത് എല്ലാ ടേംസിനും സെയിം യൂണിറ്റ് ആയിരിക്കണം. ഇത് മീറ്റർ ആണ്, ഇത് മീറ്റർ, അത് മീറ്റർ. ഇത് സെക്കൻഡ് ആണെങ്കിൽ ഇത് സെക്കൻഡ്, അത് സെക്കൻഡ്. ഇത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ (10⁻⁻⁴) ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം അതേ യൂണിറ്റ് തന്നെ. അപ്പം സെയിം യൂണിറ്റ് ഉള്ള ടേംസ് വെച്ചിട്ട് മാത്രമേ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ഉണ്ടെന്നേ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണെന്ന് പറഞ്ഞു അല്ലയോ? അപ്പോൾ എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ തന്നെ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോഴേ നമ്മുടെ കുറച്ച് ആൾക്കാരെ നമുക്ക് സ്പെഷ്യലായിട്ടൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് കാണേണ്ട ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്തായിരുന്നു? എല്ലാവർക്കും അറിയാമല്ലോ ഫോഴ്സിൻ്റെ SI യൂണിറ്റ്. മിസ് ഇത്ര സില്ലി ക്വസ്റ്റ്യൻസ് ഒന്നും ഞങ്ങളോട് ചോദിക്കരുത്. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. പക്ഷേ ഈ ഫോഴ്സ് എന്ന് പറയുന്ന ന്യൂട്ടൺ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഡിറൈവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഈ ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാലും ഇത് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നത്? ഫണ്ടമെൻ്റലിൽ നിന്നല്ല ഡിറൈവ് ചെയ്ത് വരുന്നത്. നമ്മുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? അത് തന്നെ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കും മാസിൻ്റെ SI യൂണിറ്റായ കിലോഗ്രാമും ആക്സിലറേഷൻ്റെ SI യൂണിറ്റായ m/s². അപ്പോൾ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം m/s². എന്താണെന്ന് പറഞ്ഞാൽ കിലോഗ്രാം m/s². അങ്ങനെ എല്ലാ ഡിറൈവ്ഡ് യൂണിറ്റ്സിനെയും ഡിറൈവ്ഡ് ആയതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ ടേംസിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയുന്നതിന് കാര്യമുണ്ട് കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഓരോ ടേമിൻ്റെയും ഒരു ഇക്വേഷൻ അങ്ങ് തന്നിട്ടുണ്ടല്ലോ. ഓരോ ടേമിൻ്റെയും യൂണിറ്റ് ചിലപ്പോൾ കണ്ടുപിടിക്കാനൊക്കെ പറയും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഈ ഒരു ലോജിക്കും ഒക്കെ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നല്ല ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഓർത്ത് വെച്ചു, എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഫണ്ടമെൻ്റലിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ ടേംസിലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോഴേ പിന്നെ എല്ലാ ടേംസിനും ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും എന്ത് വേണമെന്ന് പറഞ്ഞാൽ സെയിം യൂണിറ്റ് വേണം. യൂണിറ്റ് വേണം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ഫൈൻ. ഇനി ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ പറഞ്ഞേ sin 90യുടെ വാല്യൂ എത്രയാണ്? sin 90യുടെ വാല്യൂ 1 അല്ലേ? cos 90യുടെ വാല്യൂ sin 90 1 ആണെങ്കിൽ cos 90 എത്രയാണ്? 0. അതേപോലെ sin 0യുടെ വാല്യൂ sin 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 0. cos 0 ആണെങ്കിലോ? cos 0 ആണെന്നുണ്ടെങ്കിൽ 1. അപ്പോൾ ഈ പറഞ്ഞത് മൊത്തം എന്തുവാ? ഈ പറഞ്ഞ മൊത്തം കുറേ വാല്യൂസ് അല്ലേ? അല്ലെ sin 45 1/√2, cos 45 1/√2, tan 45 ആയപ്പോഴത്തേക്കും അത് 1. പറഞ്ഞ മൊത്തം വാല്യൂസ് ആണെങ്കിൽ നമ്മുടെ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് യൂണിറ്റ് വല്ലതും ഉണ്ടോ? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് യൂണിറ്റ് ഒന്നുമില്ല. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്തില്ലെന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഒന്നുമില്ല. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് യൂണിറ്റ് ഒന്നുമില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് യൂണിറ്റ് ഒന്നുമില്ല. പക്ഷേ ആ പറഞ്ഞ 45 ഡിഗ്രി അല്ലെങ്കിൽ 65 ഡിഗ്രി സൈൻ ഓഫ് 90 ഡിഗ്രി സൈൻ ഓഫ് 0 ഡിഗ്രി ആ പറഞ്ഞ ആംഗിളിന് യൂണിറ്റ് ഉണ്ട് കേട്ടോ. ആംഗിളിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഡിഗ്രി. SI യൂണിറ്റ് പറയുകയാണെങ്കിൽ ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ. ആംഗിളിൻ്റെ യൂണിറ്റ് ഉണ്ട് കേട്ടോ. ആംഗിളിൻ്റെ യൂണിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് യൂണിറ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞത്? ആംഗിളിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ റേഡിയനാണ്. SI യൂണിറ്റ് ആണെങ്കിൽ റേഡിയനാണ്. ആംഗിൾ സാധാരണഗതിയിൽ നമുക്ക് ഡിഗ്രിയിലും പറയാൻ പറ്റും. SI യൂണിറ്റ് പക്ഷേ റേഡിയനാണ്, ഡിഗ്രിയിലും പറയാൻ പറ്റും കേട്ടോ. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് യൂണിറ്റ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഓർത്തേക്കാം. അങ്ങനെയാണ് നമുക്ക് ഒരു പ്രാവശ്യം ചോദിച്ചേക്കുന്ന വേറൊരു ക്വസ്റ്റിനോട് നോക്കാം. നമുക്ക് ഈ യൂണിറ്റ് ഒന്ന് നോക്കാം കേട്ടോ.
ഓക്കെ, ഈ യൂണിറ്റൊക്കെ പെട്ടെന്ന് ഇതുപോലത്തെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ ഫോർമുലാസ് നിങ്ങൾക്കെല്ലാം അറിയാം. ഫോർമുലാസ് ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് റിക്കളക്ട് ചെയ്താൽ ഫോർമുലാസിൻ്റെ അതൊന്ന് പെട്ടെന്ന് നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. നോക്കിക്കേ, ഇപ്പം വി ഹാവ് ടു മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. 2022 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം തന്നെ ആൾക്കാർ പകുതി ചെയ്ത് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടോക്കിൻ്റെ ഫോർമുല അറിയാമല്ലോ. ടോക്കിൻ്റെ ഫോർമുല അറിയാം. ടോക്ക് ഈസ് ഈക്വൽ ടു പെട്ടെന്ന് ആ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ടോക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടേണിംഗ് മൊമെൻറ്റിനാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ എസ് യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെങ്കിലും അതിൻ്റെ എസ് യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ. ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ യൂണിറ്റ് മീറ്റർ. പെർപെൻഡിക്കുലർ ആവട്ടെ, പാരലൽ ആവട്ടെ, എന്ത് വേണേ ആവട്ടെ, ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ടോർക്ക് എ മാച്ച് ചെയ്യുന്ന ന്യൂട്ടൺ മീറ്റർ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ 3 ഇരിപ്പുണ്ട്. അപ്പോൾ എയ്ക്ക് 3. ഓക്കെ, ഇനി അടുത്ത സ്ട്രെസ്സ്. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇത്രയും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുന്ന ഞങ്ങളോട് മിസ് സ്ട്രെസ് ചോദിക്കുകയാണോ അല്ലേ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. റീസ്റ്റോറിങ് ഫോഴ്സ് ആണെങ്കിലും ഫോഴ്സ് ആണ്. ഫോഴ്സിൻ്റെ എസ് യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ ആണ്. ഏരിയയുടെ എസ് യൂണിറ്റ് നമുക്കറിയാം മീറ്റർ സ്ക്വയർ ആണ്. അവർ ഈ ഫോർമുല എഴുതിയേക്കുന്നെങ്കിൽ ഓർത്തോണം കേട്ടോ. പവേഴ്സ് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലോട്ടോ ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും സൈൻ മാറത്തില്ലയോ? സൈൻ മാറും കേട്ടോ. അപ്പോൾ ഈ മീറ്റർ സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ പവർ എന്തായി? ഇവിടെ പ്ലസ് ആണെങ്കിൽ മുകളിലോട്ട് എഴുതിയപ്പം മൈനസ് എഴുതണം. സോ ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2. സോ വിച്ച് മീൻസ് ദാറ്റ് the stress is matching with the 4th option. So ഇത് നമ്മുടെ ബി. നോക്കിക്കേ, ഇപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി നോക്കി തോന്നുന്നു. A3 എന്ന് എഴുതിയേക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ബി എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞാൽ 4 ആണ്. B4. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി. A3 B4 ഇതേ ഇവിടെയും ഉണ്ട്. അതേപോലെ തന്നെ A3 B4 വേറെ ഇടത്തും ഇല്ലല്ലേ. സോ വിച്ച് ഇസ് ദ റൈറ്റ് ചോയ്സ്? ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ചോയ്സ്. Option 2 is the right choice for this particular question. ഇനി ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. എക്സാമിന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ചോയ്സ് എന്ന്. ജസ്റ്റ് ഗോ ടു ദ സ്കിപ്പ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ടൈമൊന്നും കളയരുത്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് ഡിസ്കസ് ചെയ്തേക്കാം. ഇനി നമ്മുടെ ലേറ്റൻറ്റ് ഹീറ്റ്. നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാമല്ലോ. ലേറ്റൻറ്റ് ഹീറ്റ് ഒരു ഫേസ് ചേഞ്ച് നടക്കുമ്പം ദ ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് Q is equal to എന്താണ്? ML ഇൻറ്റു ML എന്ന് പറഞ്ഞാൽ ലേറ്റൻറ്റ് ഹീറ്റ്, M എന്ന് പറഞ്ഞാൽ മാസ്. സോ ഫ്രം ഹിയർ L ഈസ് ഈക്വൽ ടു Q ബൈ M അല്ലേ? Q എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. സോ ക്യൂവിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. സോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, ലേറ്റൻറ്റ് ഹീറ്റ് C മാച്ചസ് വിത്ത് 2 വിച്ച് ഇസ് ജൂൾ പെർ കിലോഗ്രാം. ലേറ്റൻറ്റ് ഹീറ്റ് മാച്ചസ് വിത്ത് ജൂൾ പെർ കിലോഗ്രാം. അത് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത് C2. ശരിയാണ്. പവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ മിസ്സേ ന്യൂട്ടൺ മീറ്റർ സെക്കൻഡ് റൈസ് ടു -1 വന്നതെന്ന് നമുക്ക് നോക്കാമെന്ന്. എങ്ങനെയാണ് വന്നതെന്ന് വളരെ സിമ്പിളാണ്. നമുക്കറിയാമല്ലോ പവർ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ബൈ ടൈം അല്ലേ? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ദാറ്റ് ഈസ് പവർ. ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് പവർ. സോ വർക്ക് ബൈ ടൈം. ആൻഡ് വി നോ ദ SI യൂണിറ്റ് ഓഫ് വർക്ക് is joule. Work is a form of energy, so that's joule. So joule per time into SI unit second ആണ്. And joule എന്ന് പറയുന്നത് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലയോ? അടിപൊളി, എല്ലാവരും ആൻസർ പറയുന്നുണ്ടല്ലോ. വെരി ഗുഡ്. ഓക്കെ, വർക്ക് എന്ന് ജൂൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്. ഓക്കെ, വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഞാൻ എഴുതി കാണിച്ചതേ ഉള്ളൂ. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ. മീറ്റർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് വന്നു? ന്യൂട്ടൺ മീറ്റർ സെക്കൻഡ്. ഒന്നും എഴുതിയിട്ടില്ല പവർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പവർ എത്രയാണെന്ന് 1 ആണ്. അപ്പോൾ ഇത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ ന്യൂട്ടൺ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് എടുക്കുന്നതെന്ന്? സോ ന്യൂട്ടൺ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. സോ D matches with 1. So yeah, we have concluded that the perfect answer for this particular question number 2 is option 2. Okay, so that's a way to approach this type of questions. Okay, അപ്പോൾ നമ്മൾ ആ ബേസിക് ഫോർമുലാസ് നമുക്കറിയാവുന്ന ബേസിക് ഫോർമുലാസ് വെച്ചിട്ട് യൂണിറ്റ് ഡിറൈവ് ചെയ്യാം. ഫൈൻ.
സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ യൂണിറ്റിൻ്റെ അകത്തുനിന്ന് ആ സ്പെസിഫിക് യൂണിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്പെഷ്യൽ യൂണിറ്റ്സിൻ്റെ വാല്യൂസും അതേപോലെ തന്നെ ഈ ടൈപ്പ് ഓഫ് യൂണിറ്റ് കൺവേർഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് ദർ ആർ ചാൻസസ് ദാറ്റ് യു മേ ഗെറ്റ് ഇൻ ദ അപ്കമിങ് JEE as well. Okay, so be prepared with that. I hope that is clear for you. Fine, so now we'll enter into the next world, which is the dimensional analysis. Dimensions എന്ന് പറയുമ്പോഴേ ഇപ്പോൾ കുറേ പേരുടെ മനസ്സിൽ സ്ക്വയർ ബ്രാക്കറ്റും എമ്മും എല്ലും ടിയും വന്നു കഴിഞ്ഞു അല്ലേ, MLT. അതായത് MLT എന്ത് MLT, മാസ്, ലെങ്ത്, ടൈം, ഇവരൊക്കെ ആരായിരുന്നു? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലയോ. ഇപ്പോൾ MLT raised to -2, ML²T raised to -1 കുറേ ഡയമെൻഷൻസ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയമെൻഷൻസ് എന്ന് വിളിക്കുന്നത്. ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ റേസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇംഗ്ലീഷ് കൂടി പോയോ? സാരമില്ലെന്ന് കാര്യം പറഞ്ഞാണ്. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കകത്തും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയമെൻഷൻസ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതിയപ്പോൾ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. അപ്പം ഡയമെൻഷൻ ഓഫ് എന്നാണ് സ്റ്റാൻഡേർഡായിട്ട് എഴുതേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഡയമെൻഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എഴുതാൻ പറ്റത്തില്ലാത്തതുകൊണ്ടും എക്സാമിന് നമുക്ക് ടൈം ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ അപ്പോൾ അതങ്ങ് റീഡ് ചെയ്തേക്കാം കേട്ടോ. ഡയമെൻഷൻ ഓഫ് ആണ് ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തേക്കണം. ഓക്കെ, നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അങ്ങ് കാണാതെ പഠിച്ചു വയ്ക്കുകയാണെങ്കിലേ വളരെ ഈസി ആയിട്ടോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയോ, ഫോഴ്സ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി പല ഫോർമുലയ്ക്കകത്തും ഇപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കണ്ടായിരുന്നു, നമ്മുടെ വർക്കിൻ്റെ കേസിൽ കണ്ടായിരുന്നു, പവറിൻ്റെ കേസിൽ കണ്ടായിരുന്നു അല്ലയോ. അപ്പം എന്താ പറയുക, അതങ്ങ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. നമ്മൾ ഈ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോഴേ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എന്തോ പരിപാടി? ഉടനെ ഫോർമുല എഴുതി നോക്കും, ശരിയല്ലേ? അപ്പോൾ മിക്ക ഫോർമുലാസിൻ്റെ അകത്തും 11th മെക്കാനിക്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ അകത്ത് മിക്കതിൻ്റെ അകത്തുള്ള ആളാണ് നമ്മുടെ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം. ഈ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ ഫോർമുല എഴുതി എന്നിട്ട് ഇതിൻ്റെ ഫോഴ്സിൻ്റെ അകത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ലേ? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ പവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ലേ? അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയമെൻഷണൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ആ അനാലിസിസ് നടത്തുന്നതിന് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ലെറ്റ്സ് സേ ഫോഴ്സ്, എങ്ങനെയാണ് നമ്മുടെ മാസിനെ, അതേപോലെ ലെങ്തിനെ, അതേപോലെ ടൈമിനെ, ഇതിൻ്റെയൊക്കെ പവേഴ്സ് എന്താണ്, PQR, ഇതിൻ്റെ പവേഴ്സ് എന്താണ്, എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് തിയറിയോട് വലിയ താല്പര്യമില്ല, ഞങ്ങൾ കാര്യം പറഞ്ഞുതരാം, ഇപ്പം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോഴ്സിൻ്റെ ഒന്ന് നോക്കിയേക്കാം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക, നമ്മൾ ഫോഴ്സിൻ്റെ ഫോർമുല അങ്ങ് എഴുതും. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. മാസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി തന്നെയാണ്. മാസിൻ്റെ ഡയമെൻഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് M വെച്ചിട്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ബൈ ടൈം ആണെന്നറിയാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണെന്നറിയാം. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം സ്ക്വയർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ടൈമും ഇതെല്ലാം ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണല്ലോ, ഇതെല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണല്ലോ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്തിൻ്റെ ഡയമെൻഷനാണ്. സോ L. ടൈം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. സോ T². സോ ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഈസ് MLT². മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും T⁻². സോ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് നമുക്ക് കിട്ടി. MLT⁻². അങ്ങനെ കാണാൻ പിടിച്ച് വെച്ചേക്കും കേട്ടോ. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ MLT⁻². ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ MLT⁻². ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്തത് ഡയമെൻഷണൽ അനാലിസിസാണ്. ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലെ, ഈ ഒരു ക്വാണ്ടിറ്റി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ എങ്ങനെയാണ്
എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് അനലൈസ് ചെയ്യുക ചെയ്ത് ദാറ്റ്സ് വാട്ട് ഇസ് കോൾഡ് ആസ് ഡയമെൻഷണൽ അനാലിസിസ്. ഓക്കെ, ആ അനാലിസിസ് ആണ് നമ്മുടെ എന്താ പറയുക അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, യാ ഫൈൻ. സോ നൗ കമ്മിങ് ബാക്ക് ടു അവർ ഡയമെൻഷണൽ അനാലിസിസ് ഇൻ ഡീറ്റെയിൽ, ഇതിനകത്ത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. എന്താണെന്ന് പറഞ്ഞത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്നൊരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാലേ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കുറേയൊക്കെ ഡയമെൻഷണൽ അനാലിസിസ് നടത്തുന്നത്. ഹോമോജനിറ്റി JENEITY. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. ഫൈൻ. സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ലെറ്റർ ദ ഗ്രീക്ക് വേർഡ് ഹോമോ എന്ന് പറഞ്ഞാൽ തന്നെ സെയിം എന്ന അർത്ഥം. അപ്പോൾ അത്രേ ഉള്ളൂ. ഒരു ഇക്വേഷൻ്റെ അകത്ത് എല്ലാ ടേംസിനും സെയിം യൂണിറ്റ് എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതേപോലെ തന്നെ ഒരു ഇക്വേഷൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന സബ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ ടേംസിനും സെയിം ഡയമെൻഷൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഇക്വേഷൻ കറക്റ്റ് ആവത്തുള്ളൂ. അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് LHS ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. എന്താ പറഞ്ഞത്? ഡയമെൻഷൻ ഓഫ് LHS ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. ദിസ് ഇസ് വാട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സേസ്. ഡയമെൻഷൻ ഓഫ് LHS ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. അപ്പോഴേ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും അതേപോലെ തന്നെ നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിനും ഇതിനൊക്കെ വല്ല ഡയമെൻഷനും ഉണ്ടോ? ഒരു ഡയമെൻഷനും ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ ലോഗരിതമിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഗ് എടുക്കുന്ന ഫംഗ്ഷൻസ് അല്ലയോ അല്ലേ? അതെ. അപ്പോൾ ഈ ലോഗ് എടുക്കുമ്പോൾ കിട്ടുന്ന എന്താ? വാല്യൂ അല്ലേ? ലോഗ് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് നമുക്കറിയാം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് പവറിലിരിക്കുന്ന ഫംഗ്ഷൻസ് e⁻² അല്ലെങ്കിൽ e⁻⁻4 അല്ലെങ്കിൽ a⁻3. നമ്മൾ ഒരിക്കലും ഇതിൻ്റെ പവറിൻ്റെ അകത്ത് കിലോഗ്രാം എന്നോ അല്ലെന്നുണ്ടെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക (10⁻⁻4 എന്നോ ഇങ്ങനത്തെ യൂണിറ്റ് ഒരിക്കലും കണ്ടിട്ടില്ല അല്ലേ? യൂണിറ്റ് ഒരിക്കലും കണ്ടിട്ടില്ല. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? അത് പവർ ചെയ്യുക, ഇത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ല പവർ ചെയ്യുക എന്നുള്ള. അപ്പോൾ അവിടെയൊക്കെ കിട്ടുന്ന വാല്യൂസാണ്. അവിടെയൊന്നും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, ലോഗരിതമിക് ഫങ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് ഇതെല്ലാം എന്താണ്? ഡയമെൻഷൻലെസ് ആണ്. എന്താണെന്നാ പറഞ്ഞത്? ഡയമെൻഷൻലെസ്, അതായത് ഡയമെൻഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു പോയിന്റ് കൂടെ പറഞ്ഞു തന്നു. പവറിലിരിക്കുന്ന ടേമും ഒരു മെഷർമെൻ്റ് അല്ല. പവറിലിരിക്കുന്ന ടേം ഒരു മെഷർമെൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ പവറിലിരിക്കുന്ന ടേംസിനും ഡയമെൻഷനൊന്നുമില്ല. ഓക്കെ, ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി, ഫോർ എക്സാമ്പിൾ, അഗെയിൻ ഇഫ് യു ഹാവ് എൻ ഇക്വേഷൻ Z is equal to A + or - B, എല്ലാ ടേംസിനും ഇസഡിനും എയ്ക്കും ബിക്കും എല്ലാ ടേംസിനും സെയിം ഡയമെൻഷൻ ആയിരിക്കണം. ആഡ് ചെയ്യണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഡയമെൻഷനലി കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ ടേംസിനും സെയിം ഡയമെൻഷനും ആയിരിക്കണം. അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഡയമെൻഷനലി ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടായിരുന്നല്ലോ എന്തോ ഒരു ആപ്ലിക്കേഷൻ. എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? അത് തന്നെ. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇന്ന ക്വാണ്ടിറ്റീസിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഈ ക്വാണ്ടിറ്റീസും തമ്മിലുള്ള ഒരു ഇക്വേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നും പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ല മിസ്സേ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാൻ, ചോദിച്ചേക്കുന്ന എക്സാമ്പിൾ തന്നെ നമുക്കങ്ങ് എടുത്തേക്കാം. അപ്പോൾ നമുക്കത് സംഭവം സെറ്റാവും. ഓക്കെ, ഇത് നമ്മുടെ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, ഇത് എങ്ങനെയാണ് ഒരു ഇക്വേഷനും ബാക്കി ഇക്വേഷൻസും തമ്മിലുള്ള ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആരെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്തിട്ട്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി യൂസ് ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് തുടങ്ങിയേക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ്പ്രഷൻ ഫോർ ടൈം ഇൻ ടേംസ് ഓഫ് G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, H Planck constant and C speed of light is proportional to.
അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിലേ ഇവരൊക്കെ തമ്മിലുള്ള ടൈമിൻ്റെ എല്ലാത്തിൻ്റെയും ടൈമിൻ്റെ ഇൻ ടേംസ് ഓഫ് ജി എച്ച് സി എഴുതണം. ഇതിൻ്റെ അകത്ത് ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് ഇവരുടെയൊക്കെ ഡയമെൻഷൻസ് അറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പറ്റത്തുള്ളൂ. ഡയമെൻഷനൊക്കെ നമുക്കറിയാം അല്ലേ. നമുക്ക് നോക്കാം. നമുക്കൊന്ന് ഇവരുടെ എല്ലാവരുടെയും ഡയമെൻഷൻ ആദ്യമേ ഇതിൻ്റെ അകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യമേ എല്ലാവരുടെയും ഡയമെൻഷൻ എഴുതി നോക്കാം. ഓക്കെ, ആദ്യമേ എക്സ്പ്രഷൻ ഫോർ ടൈം, അത് ഓൾറെഡി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി തന്നെയാണ്. ഇനി അടുത്ത ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജി ആണ്. ജിയുടെ ഡയമെൻഷൻ, നമുക്ക് ജിയുടെ ഡയമെൻഷൻ ഓരോരുത്തരുടെയായിട്ട് നമുക്ക് ഡയമെൻഷൻ എഴുതാം. ജിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിന് വേണ്ടി നമുക്ക് ആ ഫോർമുല നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്കറിയാം. F = Gm1m2 ഡിവൈഡഡ് ബൈ r². ശരിയല്ലേ? സോ ഫ്രം ഹിയർ വാട്ട് ഈസ് ജി? ജി is equal to FR² ഡിവൈഡഡ് ബൈ m1 into m2. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടേ ഉള്ളൂ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mlt⁻². ശരിയല്ലേ? കാണാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇനി r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. അതെ, പിന്നെ അത് പറഞ്ഞപ്പോൾ ഓർത്തെ, ഡിസ്റ്റൻസ് ആണെങ്കിലും ഡിഫറൻസ് ഇൻ ഡിസ്റ്റൻസ് ആണെങ്കിലും യൂണിറ്റും ഡയമെൻഷനും ഒക്കെ സെയിം തന്നെയല്ലയോ? ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ 3 മീറ്റർ മൈനസ് 1 മീറ്റർ ഇസ് ഈക്വൽ ടു 2 മീറ്റർ. എല്ലാ 3 മീറ്ററിൻ്റെയും 1 മീറ്ററിൻ്റെയും 2 മീറ്ററിൻ്റെയും എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഏത് തന്നെയായിരുന്നു? മീറ്റർ തന്നെയല്ലേ? അതേപോലെ ഡയമെൻഷൻ 3 മീറ്ററിൻ്റെയും 1 മീറ്ററിൻ്റെയും 2 മീറ്ററിൻ്റെയും എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ ലെങ്തിൻ്റെ അതേ ഡയമെൻഷൻ എൽ തന്നെയല്ലേ? അപ്പോൾ അത് ഓർത്ത് വെച്ചോ കേട്ടോ. എല്ലാ ടേംസിൻ്റെയും ഡിഫറൻസ്, എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡിഫറൻസ് ആണെങ്കിലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിലും യൂണിറ്റും ഡയമെൻഷനും ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, യൂണിറ്റും ഡിഫറൻസ് ഇൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റും ഡയമെൻഷനും സെയിം തന്നെയാണ്. ഓക്കെ, എക്സ്ക്യൂസ് മീ. സോ കമ്മിങ് ബാക്ക് ടു അവർ ജി. സോ ജി is equal to dimension of G mlt⁻² ആണ്. r² എന്ന് പറയുമ്പം ഡയമെൻഷൻ L² ആണ്. m1 m2 എന്ന് പറയുമ്പം ഡയമെൻഷൻ m² ആണ്. സോ ഡയമെൻഷൻ ഓഫ് G നമുക്ക് കിട്ടി m⁻⁻1. 1 - 2 is -1. L⁻1 + 2. 1 + 2 is 3. t⁻². ഓക്കെ, ഫൈൻ. സോ ജിയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടി. പെട്ടെന്ന് എഴുതി വെച്ചേക്കാം. ജിയുടെ ഡയമെൻഷൻ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? m⁻⁻1 L³ t⁻². ജിയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്ത ഡയമെൻഷൻ എച്ചിൻ്റെ ആണ്. എച്ചിൻ്റെ ഡയമെൻഷൻ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ E = hν അല്ലയോ? E = hν. ഓക്കെ, നമുക്ക് അടുത്തത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ നോക്കാം. E = hν. ഫോർമുല അറിയാം. എനർജി ഓഫ് എ ഫോട്ടോൺ E = hν. സോ H = എനർജി ഡിവൈഡഡ് ബൈ ന്യൂ. എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് അല്ലേ? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ദ ഡയമെൻഷൻ ഈസ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mlt⁻². ലെങ്ത് അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷനും L തന്നെയാണ്. സോ L × L എന്ന് പറഞ്ഞാൽ L². സോ ദ ഡയമെൻഷൻ ഓഫ് എനർജി ഈസ് mL² t⁻². ഡയമെൻഷൻ ഓഫ് എനർജി ഈസ് mL² t⁻². ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? 1/ടൈം പീരീഡ്. സോ t⁻⁻1. So therefore the dimension of H is mL². ബാക്കി എന്തുണ്ട്? t⁻². -1 മുകളിലോട്ട് പോകുമ്പോൾ +1. -2 + 1 എത്രയാ? -1. -2 + 1 -1. So the dimension of H is mL² t⁻². ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ കാര്യം സെറ്റാക്കി. എച്ചിൻ്റെ ഡയമെൻഷൻ ദാറ്റ്സ് mL² t⁻². Now the last one, which is speed of light. സ്പീഡ് ഓഫ് ലൈറ്റ്, അത് പിന്നെ നമ്മൾ എഴുതാതെ തന്നെ അറിയാം അല്ലേ? സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലയോ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ L ആണ്, ടൈമിൻ്റെ ഡയമെൻഷൻ T ആണ്. സോ ദ ഡയമെൻഷൻ ഓഫ് സ്പീഡ് ഈസ് LT⁻⁻1. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് ഈ പറഞ്ഞേക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ടൈമും ഈ പറഞ്ഞേക്കുന്ന ജിയും എച്ചും
അതേപോലെ സിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ പറഞ്ഞേക്കുന്നത് ടൈം ഇൻ ടേംസ് ഓഫ് ബാക്കിയുള്ളവരെ എഴുതണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടി ഈസ് ടൈം ടി ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇൻ ടേംസ് ഓഫ് എഴുതണമല്ലോ, ആരുടെയൊക്കെ ടേംസിൽ എഴുതണ്ടേ, ജിയുടെ, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ചിൻ്റെ, അതേപോലെ സിയുടെ ടേംസിൽ എഴുതണം. ഇനി ജിയുടെ പവർ എത്രയാണ്, ജിയുടെ പവർ എത്രയാണെന്ന് അറിയത്തില്ല, എച്ചിൻ്റെ പവർ എത്രയാണെന്ന് അറിയത്തില്ല, സിയുടെ പവർ എത്രയാണെന്ന് അറിയത്തില്ല. നമുക്ക് ലെറ്റ്സ് ഗിവ് ദ അൺനോൺ പവേഴ്സ് ആസ് ലെറ്റ്സ് സേ പി, ക്യൂ ആൻഡ് ആർ. ഓക്കെ, അൺനോൺ പവേഴ്സ് നമ്മളിങ്ങനെ കൊടുക്കുന്നു. ആൻഡ് ദ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ കോൺസ്റ്റൻറ്റ് ലെറ്റ്സ് സേ കെ. സോ ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ജി റേസ് ടു പി, എച്ച് റേസ് ടു ക്യൂ, സി റേസ് ടു ആർ. Okay, and we know by principle of homogeneity, the dimension of LHS should be equal to the dimension of RHS. ശരിയല്ലേ? dimension of LHS ഉം dimension of RHS ഉം സെയിം ആയിരിക്കണം. dimension of LHS അതായത് ടിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടി തന്നെയാണ്, ടിയുടെ ഡയമെൻഷൻ ടി ആണ്. കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ഡയമെൻഷൻ ഇല്ലാത്തൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. സോ കെയ്ക്ക് ഡയമെൻഷൻ ഇല്ല. ജിയുടെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2 ദ ഹോൾ റേസ് ടു പി. ഓക്കെ, പിന്നെ എച്ചിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, എച്ചിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം എം എൽ സ്ക്വയർ ടി റേസ് ടു -1 ദ ഹോൾ റേസ് ടു ആർ. സോറി, ആറെല്ലാം നമ്മളെടുത്ത് ക്യൂ എടുത്ത്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂ തന്നെ. ഓക്കെ, ഇനി സിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, സിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണ്. സിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണ്. സോ എൽ ടി റേസ് ടു -1 ദ ഹോൾ റേസ് ടു ആർ. ഇനിയിപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. സോ ടി ഈസ് ഈക്വൽ ടു എല്ലാ ഡയമെൻഷനും മാസിൻ്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷനും ഒരുമിച്ച് എഴുതാം. ഇവിടെയാണ് എം റേസ് ടു -1 ഇൻറ്റു പി മൈനസ് പി പ്ലസ് 1 ഇൻറ്റു ക്യൂ പ്ലസ് ക്യൂ. ഓക്കെ, മാസ് അത്രേ ഉള്ളായിരുന്നു. ഇനി എല്ലിൻ്റെ 3 റേസ് ടു പി എന്ന് പറയുമ്പോൾ എം ഇൻറ്റു എൻ ഫോം ആണ്. സോ 3p എൽ റേസ് ടു പ്ലസ് 2q എൽ റേസ് ടു പ്ലസ് ആർ. ഓക്കെ, ഇനി ടി റേസ് ടു -2 ഇൻറ്റു പി മൈനസ് 2p മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് ആർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഫ്രം ഹിയർ നമുക്കിനി ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യാം. ആദ്യമേ നമുക്ക് മാസിൻ്റെ ഡയമെൻഷൻ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ, മാസും അതേപോലെ ലെങ്തും ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ എല്ലാം പവേഴ്സ് എന്താണെന്നാണ്? 0 ആണ്. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. സോ മാസിൻ്റെ LHSലെ പവർ 0 ആണ്, RHSൽ -p പ്ലസ് q. സോ ഫ്രം ഹിയർ വി ഗോട്ട് ദാറ്റ് p is equal to q. ലെറ്റ്സ് ഗീവ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് ലെങ്തിൻ്റെ ഡയമെൻഷൻ ഇക്വേറ്റ് ചെയ്യാം. ലെങ്തിൻ്റെ ഡയമെൻഷൻ LHSൽ 0, RHSൽ ലെങ്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3p പ്ലസ് 2q പ്ലസ് ആർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 1ൽ നിന്ന് ഓൾറെഡി മനസ്സിലായി p is equal to q. അങ്ങനെയാണ് p is equal to q എന്ന് മനസ്സിലായ സ്ഥിതിക്ക് 0 is equal to 3pക്ക് പകരം എന്തെഴുതാം? 3q പ്ലസ് 2q plus r. So from here what we are getting, 0 is equal to 3q plus 2q, that is equal to 5q plus r. Okay, give it as equation number 2. ഇനി ഒരാളെയും കൂടി ഇക്വേറ്റ് ചെയ്യാനുണ്ടല്ലോ, അദ്ദേഹത്തിനെയും കൂടി ഇക്വേറ്റ് ചെയ്തേക്കാം. ഇനി അടുത്ത് ഇക്വേറ്റ് ചെയ്യേണ്ടത് ടൈമിനെയാണ്. ടൈമിൻ്റെ LHSലെ പവർ നോക്കിക്കേ, ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പവറിൻ്റെ വാല്യൂ എത്രയാണ്? 1 is equal to ടൈമിൻ്റെ RHSലെ പവർ എന്താണ്? -2p -q -r. So from here again നമുക്കറിയാം ഫ്രം ഇക്വേഷൻ 1 p is equal to q അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. 1 is equal to -2 ഇൻറ്റു p is equal to q ആയതുകൊണ്ട് -2q -q -r. So 1 is equal to -2q -q, that is -3q -r. Give it as equation number 3. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇത് രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. സോ ലെറ്റ്സ് സിംപ്ലിഫൈ ദിസ് ക്വിക്ക്ലി. സോ adding 2 and 3 1 + 0 എന്ന് പറഞ്ഞാൽ 1, 5q - 3q എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും?
2q, r minus r എന്ന് പറയുമ്പോൾ 0. So from here we got the value of q as 1/2. അടിപൊളി, നമുക്ക് qൻ്റെ വാല്യൂ കിട്ടിയല്ലോ. We got the value of q. qൻ്റെ വാല്യൂ കിട്ടി എന്നുണ്ടെങ്കിൽ പിയുടെയും ക്യൂയുടെയും വാല്യൂ സെയിം, പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ സെയിം തന്നെയല്ലേ. സോ therefore p is equal to q is equal to 1/2. So we got the value of q as well. Perfect. Q as well. We got the value of Q as well. So substitute in either of this equation to get the value of R. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ഏത് ഇക്വേഷൻ വേണം? ഇതാണ് എളുപ്പമുണ്ടല്ലേ. സോ substituting in R, substituting Q in R, substituting Q in equation number 2. അപ്പോൾ 0 is equal to 5Q plus 5Q എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്? 5Q എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/2 ആണ്. സോ 5 × 1/2 പ്ലസ് ആർ. സോ ഫ്രം ഹിയർ ആർ ഇസ് ഈക്വൽ ടു 5/2. അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ -5/2. സോ -5/2. സോ വി ഗോട്ട് ദ വാല്യൂ ഓഫ് P, Q ആൻഡ് R. എല്ലാവരുടെയും വാല്യൂ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും വാല്യൂ കിട്ടിയെങ്കിൽ ഇനി ഇതൊന്ന് നോക്കിക്കേ. ഇനി നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് നോക്കിക്കേ. നമുക്ക് P, Q ആൻഡ് R, അതായത് ഈ വാല്യൂസ് എല്ലാം കൊണ്ടുപോയി ഇതിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിലേഷൻ എങ്ങനെയാണെന്ന് കിട്ടത്തില്ലേ. സോ നമുക്ക് ആ റിലേഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ നമുക്ക് ഇതെല്ലാം കൂടെ ഈ ഒരു ഇക്വേഷനിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെല്ലാം തമ്മിലുള്ള റിലേഷൻ കിട്ടും. സോ therefore T is directly proportional to G raised to P യുടെ വാല്യൂ എത്രയാണ്? 1/2. H raised to Q, the value of Q is 1/2 and C raised to the value of R is -5/2. Okay, so therefore T is equal to K into power 1/2, that means square root, right? So G into H and C raised to -5. So it goes to the denominator. So C raised to 5 since it is 1/2 square root. So time is directly proportional to GH by C raised to 5. So that the right choice is option 4 for this particular question. Option 4 is the right choice. I hope that is clear for you, the method of solving this type of questions. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ടേം. നമ്മളോട് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് ടൈമിൻ്റെ ടേമിനെ പറ്റിയാണ്. ജിയും എച്ചും സിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ചിട്ട് ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വലാന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്തിട്ട് അൺനോൺ പവേഴ്സ് പി ക്യു ആർ കൊടുത്ത് നമ്മൾ മാസിൻ്റെ ലെങ്തിൻ്റെ ടൈമിൻ്റെ ടേംസ് ഡയമെൻഷൻസ് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഇക്വേറ്റ് ചെയ്ത് സിമ്പിളായിട്ട് അത് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിച്ചു. ഓപ്ഷൻ 4 square root of GH by C raised to 5 is the right choice for this particular question, which is option 4. Okay, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള കേട്ടോ. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാം, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, I know JEE students are really good at mathematics. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതേ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് തന്നെ നമുക്ക് വേറെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതേ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അത് ഈ മെത്തേഡിലൊന്നെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു മെത്തേഡും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2019 ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ഇതേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇതേ കോൺസെപ്റ്റ് വെച്ചിട്ട് വേറൊരു മെത്തേഡ്. If speed v, acceleration a and force f are considered as the fundamental units, the dimension of Young's modulus will be. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്പീഡ് വിയും ആക്സലറേഷൻ എയും ഫോഴ്സ് എഫും ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണെങ്കിൽ യങ്സ് മോഡുലസിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, യങ്സ് മോഡുലസ് നമുക്കറിയാം, നമ്മുടെ ഹുക്സ് ലോ അറിയത്തില്ലായിരുന്നോ? എന്തുവായിരുന്നു ഹുക്സ് ലോ പറഞ്ഞേക്കുന്നത്? സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. എന്തായിരുന്നു? സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആൻഡ് ദ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ കോൺസ്റ്റന്റ് വിച്ച് ഇസ് യങ്സ് മോഡുലസ്. സോ യങ്സ് മോഡുലസ് y is equal to, യങ്സ് മോഡുലസ് y is equal to y യുടെ ഡയമെൻഷൻ നമുക്കറിയാം. യങ്സ് മോഡുലസ് y യുടെ ഡയമെൻഷൻ അത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണല്ലോ. യങ്സ് മോഡുലസ് y എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണല്ലോ. സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഫോമുല എഴുതി നോക്കിയേക്കാം. ഫോഴ്സ് ബൈ ഏരിയ ആണ്, റിസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെ ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ.
സ്ട്രെയിനിനപ്പോൾ ഡയമെൻഷൻ വല്ലതും ഉണ്ടോ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആണെങ്കിലും ഒറിജിനൽ ഡയമെൻഷൻ ആണെങ്കിലും ഡയമെൻഷൻ എന്താണ്? സെയിം തന്നെയാണ്. സോ കട്ടായി പോകും അല്ലേ, ഡിവൈഡ് ചെയ്ത് പോകും. സോ സ്ട്രെയിൻ ഈസ് ഡയമെൻഷൻലെസ്. പക്ഷേ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഉണ്ട്. നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ml(T)⁻2 ആണ്. ഏരിയയുടെ ഡയമെൻഷൻ L² ആണ്. സോ ദ ഡയമെൻഷൻ ഈസ് ml(1 T)⁻2. നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം അതായത് ഇവർ ചോദിച്ചേക്കുന്നത് സ്പീഡ് V, അതേപോലെ ആക്സിലറേഷൻ A, അതേപോലെ ഫോഴ്സ് F ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണെങ്കിൽ യങ്സ് മോഡുലസ് എങ്ങനെയാണ് ഇതിൻ്റെ ടേംസിൽ ഈ വെലോസിറ്റി അല്ലെ സ്പീഡ് ആക്സിലറേഷൻ എഫും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളോട് ചോദിച്ചേക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. PQ ആൻഡ് R നമുക്ക് അൺനോൺ പവേഴ്സ് ആയിട്ടിട്ട് ഡയമെൻഷൻ ഓഫ് LHSും ഡയമെൻഷൻ ഓഫ് RHSും ഇക്വേറ്റ് ചെയ്ത് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേറൊരു മെത്തേഡും കൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കിയാലോ. ഇത് വേറെ മെത്തേഡോ മിസ് എന്താ പറയുന്നത്? ഒന്നുമില്ലെന്നേ. ഈ LHSൻ്റെയും അതായത് യങ്സ് മോഡുലസിൻ്റെയും അതേപോലെ വെലോസിറ്റി ആക്സിലറേഷൻ ഫോഴ്സ് ഈ തന്നേക്കുന്ന ഓരോ എക്സ്പ്രഷനിലും ഏത് എക്സ്പ്രഷനാണ് നമ്മുടെ യങ്സ് മോഡുലസിൻ്റെ ഡയമെൻഷൻ കിട്ടുന്നത്? യങ്സ് മോഡുലസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയമെൻഷൻ കിട്ടുന്നത് ആ ഇക്വേഷൻ ആയിരിക്കുമല്ലോ, അതായിരിക്കുമല്ലോ കറക്റ്റായിട്ടുള്ള ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? കാരണം യങ്സ് മോഡുലസിൻ്റെ അകത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ട് ഇവരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡും ആക്സിലറേഷനും ഫോഴ്സും എടുക്കുകയാണെങ്കിൽ അത് ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും എന്നുള്ളതാണ് ഏത് എക്സ്പ്രഷൻ ആയിരിക്കും ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് യങ്സ് മോഡുലസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ചോദിച്ചേക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു പരിപാടി നോക്കാം. നമുക്ക് രണ്ട് സൈഡിലും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത് അതാണ് കേട്ടോ. ഡയമെൻഷൻ ഓഫ് LHS = ഡയമെൻഷൻ ഓഫ് RHS. അപ്പം നമ്മുടെ യങ്സ് മോഡുലസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എഴുതി വെച്ചേക്കാം. യങ്സ് മോഡുലസിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ ml(1 T)⁻2. ഈ ഡയമെൻഷൻ തന്നെ ഈ V⁻2 A²F² കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അതിന് മുമ്പ് വിയുടെയും ഇവരുടെ എല്ലാവരുടെയും ഡയമെൻഷൻ ഒന്ന് എഴുതി വെച്ചേക്കാം. ഇവിടെ എല്ലാവരുടെയും ഡയമെൻഷൻ എഴുതി വെച്ചേക്കാം. V എന്ന് പറഞ്ഞാൽ സ്പീഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. V എന്ന് പറഞ്ഞാൽ സ്പീഡായ സ്ഥിതിക്ക് ഡയമെൻഷൻ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? L(T)⁻1. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ഡയമെൻഷൻ L(T)⁻1. ആക്സിലറേഷൻ എന്തായിരുന്നു? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം, അതായത് വെലോസിറ്റി ബൈ ടൈം ഒരു പ്രാവശ്യയുടെ ടൈം വന്നു. സോ L(T)⁻2 ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം സ്ക്വയർ അല്ലേ? അപ്പോൾ ഇനി ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ കുറേ നേരമായിട്ട് കാണാതെ പഠിച്ചു വെച്ചേക്കുക. ml(T)⁻2. അതിന് ചോദിച്ചേക്കില്ല, ഞങ്ങൾക്ക് അറിയാമെന്ന്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ സ്പീഡ് AF. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് V⁻2 A²F⁻2 ആണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഡയമെൻഷൻ. ഫസ്റ്റ് കേസിൽ നമ്മൾ വെരിഫിക്കേഷൻ നടത്താൻ പോവാണ്. V⁻2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L(T)⁻1 (2) A² എന്ന് പറഞ്ഞാൽ L(T)⁻2 (2). ഇനി F⁻2 എന്ന് പറഞ്ഞാൽ ml(T)⁻2. നമുക്ക് ഓരോന്നിൻ്റെ അകത്തും അങ്ങ് ഇട്ട് നോക്കാം, അത്രേ ഉള്ളൂ. (2). ഓക്കെ, അപ്പോൾ ഇതേ ഡയമെൻഷൻ തന്നെ വരുവാണെങ്കിൽ ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ കറക്റ്റാണ്. നമ്മൾ ഈ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് എന്നൊക്കെ വിളിക്കും. ഓരോന്നും ഇട്ട് നോക്കുന്നു, ശരിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇതാണ് ആൻസർ. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലിയും ചെയ്യാറുള്ള കാര്യമാണല്ലോ ചിലത്. നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ ചിലപ്പം ഫില്ലൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും അത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ ഇത് ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പ്രിപ്പോസിഷൻ എന്നൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ അടപ്പാണോന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഇട്ട് നോക്കി കിട്ടുമ്പോൾ ഓക്കെ ഫിറ്റ് ആവുന്നുണ്ട്, ഓക്കെ അത് തന്നെ അതിൻ്റെ കറക്റ്റ് അടപ്പ് അല്ലേ, ആ ബോട്ടിലിൻ്റെ അടപ്പ്. ആ രീതിയിൽ തന്നെ കേട്ടോ. അപ്പോൾ അതുപോലെ ഹിറ്റ് ആൻഡ് ട്രയൽ ഓരോന്ന് ഇട്ട് നോക്കുകയാണ്. നമുക്കിത് ഡയമെൻഷൻ ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്യുമ്പം L(2) എന്താ വരുന്നത് നോക്കിക്കേ. ഇവിടെ L-2, ഇവിടെ +2 -2 +2 0 -
അല്ലേ -2 ഇവിടെ +2 ഓക്കെ 0 0 0 -2 0 -2 എന്ന് പറഞ്ഞാൽ L raised to -2 0 -2 -2 L raised to -2 ആണോ അല്ല അവിടെ തന്നെ മനസ്സിലായില്ലേ നമ്മുടെ ആൻസർ ഈ പറയുന്ന എക്സ്പ്രഷൻ അല്ല എന്നുള്ള കാര്യം കാരണം യങ്സ് മോഡുലസിൻ്റെ ഡയമെൻഷൻ അല്ല ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വന്നേക്കുന്നത് സോ ഫസ്റ്റ് ഓപ്ഷൻ അല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി എക്സാമിന് നമ്മൾ ഇത്രയും മാത്രം നോക്കി വെച്ചാൽ മതി ഫസ്റ്റ് ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി സോ ഫസ്റ്റ് ഓപ്ഷനെ നമ്മൾ ഉപേക്ഷിച്ചു ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ അല്ല എന്ന് മനസ്സിലായി ബാക്കി മാസിൻ്റെ ഒന്നും നോക്കുപോലും വേണ്ട നമുക്ക് മനസ്സിലായല്ലോ അതല്ലാന്നും എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻ യങ്സ് മോഡുലസിൻ്റെ അതേ ഡയമെൻഷനാണ് ഇനി യങ്സ് മോഡുലസിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ML raised to -1 T raised to -2 ഇത് തന്നെയാണോ നമ്മുടെ സെക്കൻഡ് ടേമിൻ്റെ നോക്കാം V raised to -4 A square F എഴുതി നോക്കിക്കേ V raised to -4 എന്ന് പറഞ്ഞാൽ L T raised to -1 the whole raised to -4 A square എന്ന് പറയുമ്പോഴത്തേക്കും A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണെന്നാണ് പറഞ്ഞത് സോ L T raised to -2 the whole square പിന്നെ എന്താണ് എഫ് ആണ് എഫിന് പവർ 1 തന്നെ ML T raised to -2 നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം ആദ്യമേ നമ്മുടെ മാസിൻ്റെ തന്നെ നോക്കിയേക്കാം മാസിൻ്റെ M raised to 1 ഇവിടെ M raised to 1 ഒരു ചെറിയ ലഡു പൊട്ടിയും തോന്നുന്നു അല്ലേ ഓക്കെ M raised to 1 സെറ്റായി L raised to നോക്കിക്കേ L raised to ഇവിടെ -4 ഇവിടെ +2 -4 +2 എത്രയാ -2 ഇവിടെ L raised to -2 + 1 -2 + 1 എത്രയായിരുന്നു -2 + 1 -1 ഒരു ലഡുവും കൂടെ പൊട്ടിയില്ലോ സെറ്റ് ആവുന്നുണ്ടല്ലോ L raised to -1 ആയി ഓക്കെ ഇനി T raised to നോക്കിക്കേ T raised to -1 × -4 -1 × -4 +4 ഓക്കെ +4 4 പിന്നെ -2 × 2 എത്രയാണ് -2 × 2 എന്ന് പറഞ്ഞാൽ -4 അപ്പം ഇവിടെ +4 -4 +4 -4 4 -4 0 ഇവിടെ -2 T raised to -2 yes സെറ്റായി സോ വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ V raised to -4 A square F represents the dimension of Young's modulus so the right choice is option 2 so Young's modulus in a fundamental quantities il represent ചെയ്യുമ്പോഴത്തേക്കും സ്പീഡും ആക്സിലറേഷനും ഫോഴ്സും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ the expression should be V raised to -4 A square F നേരത്തെ ചെയ്ത മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും okay so that's the way in which we get the questions we can follow either of the method whichever you find easier can be followed fine okay so let's check out one more that's 2020 question the amount of solar energy received on the earth's surface per unit area per unit time is defined as solar constant the dimension of solar constant is ഓക്കെ നമുക്ക് ഡയമെൻഷൻ ഓഫ് സോളാർ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സോളാർ എനർജി റിസീവ്ഡ് ഓൺ ദ എർത്ത് സർഫസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ആണ് സോളാർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത് വെരി സിമ്പിൾ ലെറ്റ്സ് സേ ദ സോളാർ കോൺസ്റ്റൻറ്റ് ഈസ് എസ് ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞത് എനർജി റിസീവ്ഡ് ഓക്കെ എനർജി ഓൺ ദ എർത്ത് സർഫസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം റൈറ്റ് E/A × T നമുക്കറിയാമല്ലോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താണ് ഗൈസ് ഡയമെൻഷൻ ഓഫ് LHS ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS ഡയമെൻഷൻ ഓഫ് LHS ആണല്ലോ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഡയമെൻഷൻ ഓഫ് RHS ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് എനർജിയുടെ ഡയമെൻഷൻ എന്താ ഗൈസ് പറയൂ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് സോ ML T raised to -2 ഇൻറ്റു L which is ML square T raised to -2 ചിലർക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന കാണത്തില്ല ഒരു കുഴപ്പമില്ല ഗൈസ് നമുക്കത് എഴുതി നോക്കിയേക്കാം എനർജി എന്ന് പറയുമ്പോഴത്തേക്കും എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വർക്ക് അല്ലെങ്കിൽ വർക്കിൻ്റെ ഡെഫിനേഷൻ തന്നെ ഇറ്റ്സ് എ കപ്പാസിറ്റി ടു എനർജിയുടെ ഡെഫിനേഷൻ തന്നെ ഇറ്റ്സ് എ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നാണ് വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ML T raised to -2 ഡിസ്പ്ലേസ്മെൻറ്റ് L ആണ് സോ ദ ഡയമെൻഷൻ ഈസ് ML square T raised to -2 ഡയമെൻഷൻ ഈസ് ML square T raised to -2 സോ യാ അപ്പോൾ നമ്മുടെ എനർജിയുടെ ഡയമെൻഷൻ നമുക്ക് ML square T raised to -2 എന്നുള്ളത് കിട്ടി ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഇക്വേഷൻ എഴുതി നോക്കുക എ എന്ന് പറഞ്ഞാൽ ഏരിയ എന്നാണ് പറഞ്ഞത് ഏരിയയുടെ ഡയമെൻഷൻ നമ്മളോട് കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല വി നോ ദ ഏരിയ ഡയമെൻഷൻ ഓഫ് ഏരിയ ഈസ് L square ഡയമെൻഷൻ ഓഫ് ടൈം പെർ യൂണിറ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡയമെൻഷൻ ഓഫ് ടൈം ഈസ് T itself സോ ദ ഡയമെൻഷൻ ഓഫ് S ഈസ് M L square പോയി 2 - 2 0 ആണ് അല്ലെ ക്യാൻസൽ ആയിപ്പോയല്ലോ സോ T raised to -2 1 മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ L raised to 0 ആയിപ്പോയി അല്ലെ L raised to 0
So t raised to minus 2 minus 1 മുകളിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ minus 3. So m l raised to 0 t raised to minus 3. അങ്ങനെ ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. So the right choice is option 4. Option 4 is the right choice for question number 6. Option 4 right choice for this particular question. Excuse me. Yeah. This particular question. Clear ആണല്ലോ അല്ലേ? So ഒന്നുമില്ല. നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ചിട്ട് LHS of dimension of LHSും RHSും ഈക്വൽ ആയിരിക്കണം. So just find out the dimension of the RHS. So option 4 is right choice. So let's check out one more question because this type of question is very, very, very important. Okay, so let's check out the next question. The work done by a gas molecule in an isolated system is given by W equals alpha beta square e raised to minus x square divided by alpha k into t, where x is the displacement, k is the Boltzmann constant and t is the temperature. Alpha and beta are constants. Then the dimensions of beta will be. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബീറ്റയുടെ ഡയമെൻഷനാണ്. ഓക്കെ, സോ ലെറ്റ്സ് ക്വിക്ക്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഡയമെൻഷൻ ഓഫ് ബീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഡയമെൻഷൻ ഓഫ് LHSO RHSO ഒക്കെ ഈക്വലാണ് ഹോമോജനിറ്റി വെച്ചിട്ട്. എക്സ്പൊണൻഷ്യൽ ടേംസിൽ പവറിലിരിക്കുന്ന ടേമിന് ഡയമെൻഷൻ വല്ലതും ഉണ്ടോ ഗൈസ്? ഇല്ല. പവറിലിരിക്കുന്ന ടേം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നോ ഡയമെൻഷൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ആദ്യമേ ആൽഫയുടെ ഡയമെൻഷൻ അങ്ങ് കണ്ടുപിടിച്ചേക്കാം. സോ നമുക്ക് തന്നേക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ W is equal to so work is equal to alpha beta square e raised to minus x square divided by alpha into k into t. മൈനസിൻ്റെ ഡയമെൻഷൻ ഒന്നും ഇല്ല കേട്ടോ, മൈനസിൻ്റെ ഡയമെൻഷൻ ഒന്നും ഇല്ല, അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പവറിലിരിക്കുന്ന ഈ ടേമിന് ഡയമെൻഷൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെയും പവേഴ്സ് എത്രയാണെന്നാ? 0 ഇല്ലയോ? ഡയമെൻഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ പവർ എത്രയാണ്? 0. അല്ലെന്നുണ്ടെങ്കിൽ വാല്യൂ 1 ആണെന്ന് അർത്ഥം നമുക്കറിയാം. സോ ഡയമെൻഷൻ ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു കെ ഇൻറ്റു ടി ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ പവർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എനിത്തിങ് റേസ് ടു 0 is 1. So dimension of x square by alpha kt should be equal to 1. So from here dimension of alpha is equal to alpha അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും dimension of alpha is equal to dimension of x square divided by k into t. x എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഡയമെൻഷൻ L ആണ്. സോ L സ്ക്വയർ ഡിവൈഡഡ് ബൈ k എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണ് കെയുടെ ഡയമെൻഷൻ ആദ്യമേ കണ്ടുപിടിക്കണ്ടേ. കെയുടെ ഡയമെൻഷൻ നമുക്കറിയാമല്ലോ. ബോൾസ്മാൻ കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ E ഈസ് ഈക്വൽ ടു ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 3/2 k into t എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. 3/2 k എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു t എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. സോ ഫ്രം ഹിയർ k ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു E/t. 2/3 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ഒന്നും ചെയ്യുന്നില്ല. E എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജിയുടെ ഡയമെൻഷൻ നമുക്കറിയാം ml² t raised to minus 2 ആണ്. ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ ലെറ്റ്സ് സേ k. ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ k ആണ്. സോ ഡയമെൻഷൻ ഓഫ് k നമുക്ക് കിട്ടി, എന്ത് കിട്ടി? ml² t raised to minus 2, അതേപോലെ തന്നെ k raised to minus 1. ml² t raised to minus 2 k raised to minus 1. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കെയുടെ ഡയമെൻഷൻ കിട്ടി ml² t raised to minus 2 k raised to minus 1 ഇൻറ്റു ടിയുടെ ഡയമെൻഷൻ. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണെന്നല്ലേ പറഞ്ഞേ? ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണെന്നാണ് പറഞ്ഞത്. ടെമ്പറേച്ചർ ആണെങ്കിൽ ഡയമെൻഷൻ ഈസ് k again. ഓക്കെ, സോ k raised to minus 1 into k അത് പോയി. സോ നമുക്ക് ആൽഫയുടെ ഡയമെൻഷൻ കിട്ടിയില്ലോ. എന്താണ് ആൽഫയുടെ ഡയമെൻഷൻ കിട്ടിയേക്കുന്നത്? m raised to minus 1 L raised to L സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. സോ L raised to 0. t raised to minus 2 ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞപ്പം t raised to plus 2 k raised to minus 1 plus 1 എന്ന് പറഞ്ഞാൽ k raised to 0. ഓക്കെ, ആൽഫയുടെ ഡയമെൻഷൻ കിട്ടി. പക്ഷെ ആൽഫയുടെ ഡയമെൻഷൻ എന്തിനാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചേക്കുന്ന സംഭവം എന്താന്നേ? ബീറ്റയുടെ ഡയമെൻഷൻ അല്ലേ? ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഓപ്പറേഷന് ഡയമെൻഷൻ വല്ലതും ഉണ്ടോ? ഒരു ഡയമെൻഷനും ഇല്ല. എക്സ്പൊണൻഷ്യൽ ഓപ്പറേഷന് ഡയമെൻഷനൊന്നും ഇല്ല. പക്ഷേ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ചിട്ട് ഡയമെൻഷൻ ഓഫ് LHS, അതായത് ഡയമെൻഷൻ ഓഫ് വർക്ക് ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആൽഫ ഇൻറ്റു ബീറ്റ സ്ക്വയർ അല്ലേ? സോ ദെയർഫോർ ഡയമെൻഷൻ ഓഫ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വർക്ക്
divided by dimension of alpha. Dimension of work divided by dimension of alpha. So therefore dimension of beta is equal to ഇതിൻ്റെ whole power 1/2. Dimension of work എന്ന് പറഞ്ഞാൽ again energy ആണ്. നമ്മൾ ഓൾറെഡി 100 പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. ml² t⁻², ആണെന്ന് നമുക്കറിയാം. ആൽഫയുടെ ഡയമെൻഷൻ ദേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. m⁻⁻1 l⁻0 m⁻⁻1 l⁻0 t². The whole power എത്രയാണെന്നാണ് പറഞ്ഞത്? The whole power 1/2. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ഓഫ് ബീറ്റ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ. ഡയമെൻഷൻ ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു ഓക്കെ നോക്കിക്കേ എന്ത് വരും? m⁻1 -1 എന്ന് പറഞ്ഞാൽ m⁻². ഓക്കെ l² ഇത് 0 ആണ്. സോ l2 - 0 is 2. t⁻² is -4. The whole power 1/2. So therefore the dimension of beta is equal to m⁻⁻1 l⁻²/2 എന്ന് പറഞ്ഞാൽ -1 l⁻²/2 എന്ന് പറഞ്ഞാൽ 1 t⁻². So the dimension of beta is m⁻1. I made some mistakes. Sorry, not -1. -1 മോളിലോട്ട് പോകും 1 + 1 അല്ലേ? I made a mistake. I'm sorry for that. Okay, so that should be plus. Okay, so m⁻1 l t⁻². m⁻1 l t⁻². So the right choice is option 2. Option 2 is the right choice for question for this particular question, ml t⁻². Okay, clear ആണല്ലോ അല്ലേ? അപ്പോൾ രണ്ട് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്ത് തന്നെ. നോക്കി 2021 ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ പവറിലിരിക്കുന്ന ടേമിന് ഡയമെൻഷൻ ഒന്നുമില്ല. പവറിലിരിക്കുന്ന ടേമിന് ഡയമെൻഷൻ ഇല്ല. എക്സ്പൊണൻഷ്യൽ ഓപ്പറേഷനും ഡയമെൻഷൻ ഇല്ല. സോ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായി. എന്താ പറയുക, ലൈക്ക് ബൈ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി വി ഗോട്ട് ദാറ്റ് ദ ഡയമെൻഷൻ ഓഫ് ബീറ്റ ഈസ് ml t⁻². Okay, shall we check out one more question? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിചാരം. എൻ്റെ വിചാരം ശരിയാണോ? എൻ്റെ വിചാരം ശരിയാണല്ലേ? എനിക്കറിയാം എൻ്റെ വിചാരം ശരിയാണെന്നുള്ള കാര്യം. Okay, so let's proceed to the next one. Yeah, so the similar concept but which we have already discussed actually. ഓർക്കുന്നുണ്ടോ പറഞ്ഞത് കുറച്ച് നേരം മുമ്പ്? എല്ലാ ടേംസിനും ആഡ് ചെയ്യുന്ന സബ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ ടേംസിനും എന്തൊക്കെ സെയിം ആയിരിക്കണം? യൂണിറ്റും സെയിം ആയിരിക്കണം, ഡയമെൻഷനും സെയിം ആയിരിക്കണം. പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് ഡയമെൻഷൻ വല്ലതും വേണോ? വേണ്ട, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് ഡയമെൻഷൻ ഒന്നും ഇല്ല. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ നെക്സ്റ്റ് വൺ. ദ ഫോഴ്സ് ഈസ് ഗിവൺ in terms of time t and displacement x by the equation f is equal to a cos bx plus c sin dt. The dimensional formula of AD by B is നമ്മളോടാണോ ഇത്രയും സിലി ക്വസ്റ്റ്യൻസ് അല്ലേ? ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് സിലി. 2021 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. We know each and every term in the equation should have the same dimensions. Okay, so therefore dimension of f should be equal to dimension of a should be equal to. അതെന്താ മിസ്സേ a മാത്രം എഴുതിയതിൻ്റെ കാരണം എന്താ? ഈ cos of bx cos ഫംഗ്ഷൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് ഡയമെൻഷൻ വല്ലതും ഉണ്ടോ? ഇല്ലാന്നേ. സോ അതുകൊണ്ടാണ് ജസ്റ്റ് ഡയമെൻഷൻ ഓഫ് a എന്ന് മാത്രം എഴുതിയത്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് c. എഗെയിൻ നമ്മുടെ സൈൻ dt സൈൻ ഓഫ് ദ ഫംഗ്ഷനും ഡയമെൻഷൻ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് എഫും ഡയമെൻഷൻ ഓഫ് എയും ഡയമെൻഷൻ ഓഫ് സിയും സെയിം ആയിരിക്കണം. ഡയമെൻഷൻ ഓഫ് എഫ് നമുക്കറിയാം. ഡയമെൻഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വാട്ട്സ് ഡയമെൻഷൻ ഓഫ് എഫ്? ദാറ്റ് ഈസ് ml t⁻². കാണാതെ പഠിച്ചു വയ്ക്കാൻ ചുമ്മാതല്ല പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? സോ ഡയമെൻഷൻ ഓഫ് എഫ് ഈസ് ml t⁻². സോ ഡയമെൻഷൻ ഓഫ് എ നമുക്ക് കിട്ടി. അപ്പോൾ ഒരാളുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാക്കി, ഡയമെൻഷൻ ഓഫ് എ കിട്ടി. ഇനി ഡിയുടെ ഡയമെൻഷൻ കിട്ടണമല്ലോ. ഡിയുടെ ഡയമെൻഷൻ കിട്ടാൻ നമുക്ക് നോക്കിയേ, ഇവിടെ നോക്കിക്കേ ഗൈസ്. dt സൈൻ ഓഫ് dt അല്ലേ? സൈൻ ഓഫ് dt സൈൻ ഓഫ് ആൻ ആംഗിൾ. ആംഗിളിന് ഡയമെൻഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. ആംഗിളിന് ഡയമെൻഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. ആംഗിളിന് പക്ഷേ യൂണിറ്റ് ഉണ്ട് കേട്ടോ, അത് മറക്കണ്ട. ആംഗിളിന് എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. ഓക്കെ, സോ either way plane angle and the solid angle, plane angle and solid angle are the two physical quantities with യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ലാതെ യൂണിറ്റ് ഉള്ള രണ്ട് പ്രത്യേക സ്പെഷ്യൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മുടെ പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ബാക്കി എല്ലാവർക്കും ഡയമെൻഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂണിറ്റും ഇല്ല. പക്ഷേ പ്ലെയിൻ ആംഗിളിൻ്റെയും സോളിഡ് ആംഗിളിൻ്റെയും കാര്യം അങ്ങനെയല്ല കേട്ടോ. പ്ലെയിൻ ആംഗിളിനും സോളിഡ് ആംഗിളിനും
യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. സോ കമ്മിങ് ബാക്ക് ടു ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, നമ്മുടെ ഡി കണ്ടുപിടിക്കാൻ വേണ്ടി സൈൻ ഓഫ് ഡി ടി, അപ്പോൾ നമ്മുടെ ഡി ടിക്ക് ഡയമെൻഷൻ ഒന്നും ഇല്ല. ഡയമെൻഷൻ ഓഫ് ഡി ടി ഇല്ല, ഡയമെൻഷൻ ഓഫ് ഡി ടി ഇല്ല എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ 1 ആണ്. സോ ദെയർഫോർ ഡയമെൻഷൻ ഓഫ് ഡി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് 1/t. ടി എന്ന് പറഞ്ഞാൽ ടൈം അല്ലേ. സോ 1/t യുടെ ഡയമെൻഷൻ നമുക്കറിയാം ക്യാപിറ്റൽ ടി ആണ്. സോ ഡയമെൻഷൻ ഓഫ് ഡി നമുക്ക് കിട്ടി t⁻⁻1 അല്ല, പിന്നെ നമുക്കറിയാമല്ലേ നമ്മുടെ ഡയമെൻഷൻ ഓഫ് ഡിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ബിയോ, നമുക്ക് ബിയെയും വെറുതെ വിടണ്ട, ബിയും കണ്ടുപിടിച്ചേക്കാം. കോസ് ഓഫ് ബി എക്സ് എന്ന എഗെയിൻ ആംഗിൾ ആണ്. കോസ് ഓഫ് ബി എക്സ് എന്ന് പറയുന്ന ആംഗിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡയമെൻഷൻ ഇല്ല. സോ ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു, ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ വാല്യൂ 1 ആണ്. സോ ദെയർഫോർ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് 1/x. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്പ്ലേസ്മെൻ്റ് അല്ലയോ, ഡിസ്പ്ലേസ്മെൻ്റ് ഡയമെൻഷൻ എൽ. സോ 1/L. സോ ദെയർഫോർ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു L⁻⁻1. എൽ മുകളിലോട്ട് പോയി, പവർ മുകളിലോട്ട് പോയപ്പോൾ -1. ഞാൻ പറഞ്ഞായിരുന്നു മുകളിൽ നിന്ന് താഴോട്ടോ താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സൈനിൻ്റെ പവർ ഓപ്പോസിറ്റ് ആവും. അതായത് പവറിൻ്റെ സൈൻ, സൈനിൻ്റെ പറയല്ല കേട്ടോ, പവറിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആവും. താഴെ നിന്ന് മുകളിലോട്ട് പോകും, മുകളിൽ നിന്ന് താഴോട്ട് പോകുക ആണെങ്കിൽ പവറിൻ്റെ സൈൻ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിക്കണം. ठीक है, അപ്പോൾ ഇവിടെ L⁻1 ആയതുകൊണ്ട് മുകളിലോട്ട് പോയപ്പോൾ L⁻⁻1. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് AD/B ഒന്ന് കണ്ടുപിടിച്ചാലോ. ഡയമെൻഷണൽ ഫോർമുല ഫോർ AD/B. ഓരോന്നോരോന്നായിട്ട് എടുക്കാം. എയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? എയുടെ ഡയമെൻഷൻ MLT⁻². ഓക്കെ, ഇൻറ്റു ഡിയുടെ ഡയമെൻഷൻ എന്താണ് ഗൈസ്? ഡിയുടെ ഡയമെൻഷൻ T⁻⁻1. ബിയുടെ ഡയമെൻഷൻ എന്താണ്? അതും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, L⁻⁻1. സോ ദിസ് ഈസ് ഈക്വൽ ടു M. എമ്മിന് വേറെ ആരെങ്കിലും കൂട്ടുണ്ടോ? ഇല്ല, എം തന്നെ. ഓക്കെ, L⁻1 -1 മുകളിലോട്ട് പോയി +1 ആയി. സോ 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 1 + 1 ഈസ് 2. -1 മുകളിലോട്ട് പോയി. സോ 1 + 1 2 ആൻഡ് T⁻2 -2 -1 -2 -1 എത്രയാണ്? -3. സോ ML² T⁻⁻3 ML² T⁻⁻3 which is option 2 and that's the right choice for this particular question. 2021 ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്തു അല്ലേ. സോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാ ടേംസിനും സെയിം ഡയമെൻഷൻ ആയിരിക്കണം. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആൻഡ് trigonometric functions and the angle does not have any dimension. ഈ രണ്ട് കോൺസെപ്റ്റ്, രണ്ടല്ല കേട്ടോ, ഇപ്പോൾ 3 കോൺസെപ്റ്റ് പറഞ്ഞു. പവറിലിരിക്കുന്ന ടേംസിന്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്, ആംഗിൾസിന്, ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല. ആംഗിളും പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളിനും യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റ് റേഡിയനാണ്. സോളിഡ് ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഇപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ ലെസ്റ്റ് റേഡിയനാണ്, പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഡയമെൻഷൻ ഇല്ല കേട്ടോ. യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ലാത്ത സ്പെഷ്യൽ ആൾക്കാരാണ്. ഓക്കെ, സോ നൗ ഇത് നിങ്ങൾക്ക് ഇനി എന്താ പറയുക, ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. 2021 ക്വസ്റ്റ്യൻ ആണ്. ഇഫ് E, L, M and G, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, ഡിനോട്ട് ദ ക്വാണ്ടിറ്റീസ് ആസ് എനർജി, ആംഗുലർ മൊമെൻറ്റം, മാസ് ആൻഡ് കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ റെസ്പെക്റ്റീവ്ലി, ദെൻ ദ ഡയമെൻഷൻസ് ഓഫ് P ഇൻ ദ ഫോർമുല P = EL² M⁻⁵ G⁻⁻2R. ഓക്കെ, അപ്പോൾ E, L, M, G ഇവരൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ആരുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് P കണ്ടുപിടിക്കാനാണ് പറഞ്ഞ ഒരു എക്സ്പ്രഷനും തന്നിട്ടുണ്ട് അല്ലേ. നമുക്കങ്ങ് ചെയ്തേക്കാം ഗൈസ്, വളരെ ഈസിയാണ്. നമുക്ക് എല്ലാവരുടെയും ഡയമെൻഷൻ ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഈ പുള്ളിക്കാരൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കണ്ടില്ല അല്ലേ, അങ്ങ് പെട്ടെന്ന് കണ്ടുപിടിച്ചേക്കാന്നേ. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല ഗൈസ് പറയൂ. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല MVR അല്ലയോ? ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല MVR. സോ ഓക്കെ, M എന്ന് പറഞ്ഞാൽ മാസ്, ഡയമെൻഷൻ ഈസ് M. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, സോ ദ ഡയമെൻഷൻ ഈസ് LT⁻⁻1. R എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ L. വെലോസിറ്റിയുടെ LT⁻⁻1, R എന്ന് പറഞ്ഞാൽ റേഡിയൽ ഡിസ്റ്റൻസ് ആണ്, ഡയമെൻഷൻ ഈസ് L. സോ ദ ഡയമെൻഷൻ ഓഫ് L ഈസ് ML² T⁻⁻1. ബാക്കി എല്ലാവരുടെയും നമുക്കറിയാവുന്നതാണ്. സോ നമുക്കതൊക്കെ എഴുതിയേക്കാം. P is equal to EL² M⁻⁵ G⁻². ഓക്കെ, സോ E എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജിയാണ്. എനർജിയുടെ ഡയമെൻഷൻ ML² T⁻⁻2. ഇനി L എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, L ഇസ് ആംഗുലർ മൊമെൻറ്റം. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ML² T⁻⁻1. പക്ഷേ ദ ഹോൾ പവർ 2 ഉണ്ട്, അത് വിട്ടുപോയേക്കല്ല, ദ ഹോൾ പവർ 2 ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ആൾ ആരാന്നാണ് പറഞ്ഞത്?
അടുത്തയാൾ ആരാണ്? അടുത്തയാൾ എം റേസ് ടു -5. എം എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? എം മാസ്സാണ്. മാസ് ആകുമ്പോൾ പിന്നെ മാസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി തന്നെ ഡയമെൻഷൻ ഈസ് എം റേസ് ടു -5 എന്ന് തന്നിട്ടുണ്ട്. ജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് ഓഫ് ഗ്രാവിറ്റേഷൻ. ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. കുറച്ച് നേരം മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. ഇപ്പോൾ ഗൈസ് കാണാതെ പഠിച്ചു കഴിഞ്ഞാണോ അല്ലേ? എം റേസ് ടു -1 L³ T റേസ് ടു -2. ഇനി ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഫോമുല അങ്ങ് എഴുതി വെച്ചേക്കണം കേട്ടോ. F = G m1 m2 /r². ചുമ്മാ ഫോമുല എഴുതി വെച്ചാൽ പോരാ, അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ അങ്ങോട്ട് കണ്ടുപിടിച്ചേക്കണം. ഓക്കെ, എന്തായാലും നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ അങ്ങ് എഴുതി എം റേസ് ടു -1 L³ T റേസ് ടു -2. ദ ഹോൾ പവർ എത്രയാണ്? -2. ഓക്കെ, ഇനിയിപ്പോൾ ചുമ്മാ നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഓപ്പറേഷൻസിൻ്റെ കളി മാത്രമേ ഉള്ളൂ. സോ P = ഓരോരുത്തരായിട്ട് പോകാവേ. എം റേസ് ടു ഇവിടെ 1 ഉണ്ട്. 1 + 1 × 2 എന്ന് പറഞ്ഞാൽ 2. 1 + 2 എന്ന് പറഞ്ഞാൽ 3. 1 + ഓക്കെ എഴുതണോ? എഴുതിയേക്കാം അല്ലേ? നിങ്ങൾക്ക് അതായിരിക്കും കംഫർട്ടബിൾ. ഓക്കെ, 1 + 1 × 2 is 2 - m റേസ് ടു -5. സോ -5 -1 × -2 എന്ന് പറഞ്ഞാൽ +4. തീർന്നല്ലോ. ഓക്കെ, സോ ഇനി L റേസ് ടു 2. ഓക്കെ, ഇവിടെ എന്തുണ്ട്? 2 × 2 +4. ഇവിടെ ഒന്നുമില്ല. ഇവിടെ 3 × -2. 3 - 2 എന്ന് പറഞ്ഞാൽ -6. ഓക്കെ, 3 × -2 is -6. ഇനി T റേസ് ടു ഇവിടെ -2. ഓക്കെ, -2. ഇവിടെ എന്തുണ്ട്? -1 × 2 -2. ഇവിടെ ഒന്നുമില്ല. ഇവിടെ -2 × -2 എത്രയാ? +4. ഓക്കെ, സോ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ. P = m റേസ് ടു 2 + 1 3 3 + 3 - 5 is -2 +4. So I made a mistake somewhere over here. Let's check it out. L² m raised to -5 G raised to -2. Okay, m L² T raised to -2. L² എന്ന് പറയുമ്പോഴത്തേക്കും m L² T raised to -1 the whole raised to 2. m raised to 5 is the same, and G raised to -2 is m raised to -1 L³ T raised to -2 the whole power -2. Okay, so m raised to 1 is fine. 1 + 2 -5 -1 into -2. Okay, that was, I'm sorry for that. -1 into -2 -1 into -2 എന്താണ് guys? +2 അല്ലയോ? Okay, so 1 + 2 3 3 - 5 -2 + 2 is 0. L raised to 4 + 2 6 6 - 6 is 0. T raised to -2 -4 + 4 is 0. Okay, so the എന്താ അല്ലേ ഇത്രയും കഷ്ടപ്പെട്ടത് അവസാനം 0 ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന്. യെസ്, ഇറ്റ്സ് m raised to 0 L raised to 0 T raised to 0 which is option 4, and that's the right choice for this particular question. 2021 നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്തു അല്ലേ. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്താ ചെയ്യേണ്ടത്? ചുമ്മാ അങ്ങ് ഇക്വേഷൻ വെച്ചിട്ട് ഡയമെൻഷൻ കണ്ടുപിടിച്ചേക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഓപ്പറേഷൻസിൻ്റെ ഫോമുല യൂസ് ചെയ്യുക. എപ്പോഴും ഓർത്തോളുക, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി is always follow dimension of LHS is equal to dimension of RHS. Okay, fine. So now the SI unit of physical quantity is Pascal second. The dimensional formula of this quantity will be. നമ്മളൊരു 2022 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുക അല്ലേ. ഡയമെൻഷണൽ ഫോമുലയാണ് ചോദിച്ചേക്കേണ്ടത്. പാസ്കൽ സെക്കൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗൈസ് കം ഓൺ അറ്റാക്ക്. പാസ്കൽ സെക്കൻഡ്. പാസ്കൽ എന്തിൻ്റെ യൂണിറ്റാ? പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ് എന്തിൻ്റെ യൂണിറ്റാ? ടൈമിൻ്റെ യൂണിറ്റ് ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രഷർ തരുമല്ലോ? ഇല്ല കേട്ടോ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു ടൈം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഈസ് ml T raised to -2. ഗൈസ് ഏരിയയുടെ ഡയമെൻഷൻ പറഞ്ഞോ? പെട്ടെന്ന് പറ. L². ടൈമിൻ്റെ ഡയമെൻഷൻ T. സോ വാട്ട് ഷുഡ് ബി ദ ഡയമെൻഷൻ of Pascal second? പറ. So this is equal to എല്ലാവരും ഇപ്പോൾ ആൻസർ തന്നു കഴിഞ്ഞു. ml raised to -1. Okay, T raised to അയ്യോ പെട്ടെന്ന് പറഞ്ഞേ -2 + 1 that's -1. So ml raised to -1 ശരിയല്ലേ? 1 - 2 is -1. T raised to -2 + 1 is -1. So ml raised to -1 T raised to -1 ദേ കിടക്കുന്നു. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആൻസർ ആണ്. ml raised to -1 T raised to -1 which is option 11. that's right choice. Sorry, option 1 that's right choice for this question. അപ്പം ഡയമെൻഷണൽ അനാലിസിസ് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയി എന്നാണ് വിശ്വാസം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക. ഓക്കെ, സോ this is one of the most repeated type of question. Van der Waals equation ആണ്. നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള വെരി ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സ്റ്റുഡൻസ് ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതും കൂടെ എങ്ങോട്ട് എന്താ പറയുക ഇൻകോപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ഈ 2022 മാത്രമല്ല കേട്ടോ, പല പ്രാവശ്യം പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. വെരി ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഒത്തിരി കോംപ്ലക്സ് അല്ല ഇത്. In Van der Waals equation, P + A/V² into V - B equals RT. P pressure, V is volume, R is universal gas constant, and T is temperature.
okay, the ratio of constant A by B is dimensionally equal to, okay, എയും ബിയും ആണ് ഡയമെൻഷൻ, എ ബൈ ബി ആണ് നമുക്ക് വേണ്ടത്. നോക്കിക്കേ, ഞാൻ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും എല്ലാ ടേംസിനും എന്തായിരിക്കണം എന്ന് പറഞ്ഞത്, സെയിം ഡയമെൻഷൻ ആയിരിക്കണം എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ എയുടെ ഡയമെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഈ ടേമിൻ്റെ അകത്ത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേക്കുക, അപ്പോൾ രണ്ടിൻ്റെ ഡയമെൻഷൻ സെയിം ആവണമല്ലോ. So dimension of P should be equal to dimension of A by V square. അങ്ങനെയാണെങ്കിൽ dimension of A എന്ന് പറഞ്ഞാൽ എന്താ ഗൈസ്, ഇത് നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ പോരെ, dimension of P into V square ഇരിക്കട്ടെ. അവിടെ എയുടെ ഡയമെൻഷൻ ഈ ഇതിൻ്റെ ടേംസിൽ ഇരിക്കട്ടെ. എന്തുകൊണ്ട് ഇതിൻ്റെ ടേംസിൽ ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞതെന്നറിയോ, ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കേ, പിയും വിയുടെ ഒക്കെ ടേംസിലാണ്. അപ്പം ഇങ്ങനെ അങ്ങ് ചെയ്ത് വെച്ചാൽ പോരെ. ഇനി അടുത്തത് നോക്കിക്കേ, ബി ആണ് അടുത്ത വേണ്ടത്. നോക്കിക്കേ, ഇവർ രണ്ടുപേരും കൂടെ സബ്ട്രാക്ട് ചെയ്യുകയല്ലേ ചെയ്തേക്കുന്നത്, ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് സെയിം ഡയമെൻഷൻ ഉണ്ടെങ്കിലല്ലേ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡയമെൻഷൻ ഓഫ് ബി ഷുഡ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി. ശരിയാണോ തെറ്റാണോ? ശരിയാണെന്നേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന സംഭവത്തിലേക്ക് നമുക്കങ്ങ് കിടക്കാം. നമ്മളോട് ചോദിച്ചേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളോട് ഗൈസ് ചോദിച്ചേക്കുന്നത്, നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതായിരുന്നു. എന്താണ് ചോദിച്ചേക്കുന്നത്? ഡയമെൻഷൻ ഓഫ് എ ബൈ ബി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഓഫ് എ ബൈ ബി അങ്ങ് കണ്ടുപിടിച്ചേക്കാം. ഡയമെൻഷൻ ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് പി വി സ്ക്വയർ ബൈ ഡയമെൻഷൻ ഓഫ് വി. എന്താ വന്നേക്കുന്നത്? ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു വി എന്നല്ല വന്നേക്കുന്നത്. ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3. ഓക്കെ, ഇത്ര സിമ്പിളാണ്. നിങ്ങൾ ചുമ്മാ മൾട്ടിപ്ലൈ ഒന്നും ചെയ്ത് സിംപ്ലിഫൈ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലോ കേട്ടോ. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാനും ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും എല്ലാ ടേംസിനും സെയിം ഡയമെൻഷൻ ആണെന്നുള്ള കോൺസെപ്റ്റ് സിമ്പിളായിട്ട് യൂസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് മാച്ച് ദ ഫോളോയിങ്. Column 1 with column 2 surface tensionൻ്റെ ഡയമെൻഷൻ, സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് ആണ്. സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് നമുക്കറിയാം. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ന്യൂട്ടൺ പെർ മീറ്റർ. ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു മീറ്റർ ആണ്. സോ നമ്മുടെ മീറ്ററും കൂടെ ക്യാൻസൽ ആയിപ്പോയി. സോ നമുക്ക് എന്ത് കിട്ടി? കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ. സോ that is equal to kilogram per second square. Okay, kilogram per second square എന്ന് പറയുന്നത് ഓപ്ഷൻ 4. Okay, so A matches with option 4. A matches with option 4. A matches with option 4. Okay, option 2 ആയിരിക്കണം അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആയിരിക്കണം. സോ ഇനി നമുക്ക് അടുത്ത് നോക്കാം. പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടേത് മീറ്റർ സ്ക്വയർ. സോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇൻറ്റു മീറ്റർ സ്ക്വയർ. നോക്കിക്കേ, നമ്മുടെ മീറ്റർ സ്ക്വയറിൻ്റെ അകത്ത് ഈ മീറ്ററോടെ ക്യാൻസൽ ആയി പോയപ്പം നമുക്ക് അവിടെ എന്താ വന്നേക്കുന്നത്? കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ തന്നെ വന്നു. ശരിയല്ലേ? അപ്പം കിലോഗ്രാം മീറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -2. കിലോഗ്രാം മീറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -2 എന്ന് പറയുമ്പോഴത്തേക്കും 3A, ഐ മീൻ ടു സേ ബി എ അല്ല, ഐ എം സോറി, ഇവിടെ A4ഉം ഇവിടെ A4ഉം B3യും ആണ്. ഓക്കെ, B3യും ആണ്. അതും സെയിം ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് നിർത്താൻ പറ്റില്ല. അടുത്തും കൂടെ നോക്കുക. വിസ്കോസിറ്റി നമുക്കറിയാം. സ്റ്റോക്സ് ലോ ഓഫ് വിസ്കോസിറ്റി. സ്റ്റോക്സ് ലോ നമുക്കറിയാവുന്ന കാര്യമാണ്. സ്റ്റോക്സ് ലോ നമുക്കറിയാം. F is equal to 6 pi eta into R into V. വെലോസിറ്റി ആണെന്നുള്ള കാര്യം അറിയാം. സോ ഫ്രം ഹിയർ eta is equal to F divided by 6 pi R V. ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ആണ്. 6 pi കോൺസ്റ്റൻ്റ് ആണ്, യൂണിറ്റ് ഇല്ല. R എന്ന് പറയുമ്പം മീറ്റർ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്, വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എഗെയിൻ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് ന്യൂമറേറ്ററിലേക്ക് പോകും. മീറ്ററും മീറ്റർ സ്ക്വയറിൻ്റെ അകത്ത് ഒരു മീറ്ററും കൂടെ ക്യാൻസൽ ആയി പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നു ദാറ്റ്സ് ഈക്വൽ ടു കിലോഗ്രാം പെർ സെക്കൻഡും സെക്കൻഡ് സ്ക്വയറിലെ ഒരു സെക്കൻഡും കൂടെ ക്യാൻസൽ ആയിപ്പോയി. സോ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. ഓക്കെ, സോ കിലോഗ്രാം മീറ്റർ റേസ് ടു -1 സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ വിസ്കോസിറ്റി മാച്ചസ് വിത്ത് 1 kilogram meter raised to -1 second raised to -1. So the right choice is C, matches with 1 എന്നുള്ളത് ഓപ്ഷൻ 3യിലാണ്. ബാക്കിയെല്ലാം സെയിം ആയിരുന്നു. സോ ഓപ്ഷൻ 3 is the right choice. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ദ ടൈം ആണ്. ഫോഴ്സ് ഇൻറ്റു ദ സ്മോൾ ടൈം ആണ്. സോ ന്യൂട്ടൺ ഇൻറ്റു സെക്കൻഡ് ആണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്. അപ്പോൾ നമ്മുടെ സെക്കൻഡും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കിട്ടുന്നു ദാറ്റ്സ് ഈക്വൽ ടു കിലോഗ്രാം
meter second raised to minus 1. So the impulse matches with നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞായിരുന്നു എക്സാമിന് നമ്മൾ അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. when we understood that the right choice is option 3, you can just proceed to the next part. Okay, fine. So dimension of 1 by mu 0 epsilon 0. നിങ്ങളിത് ഇപ്പം നല്ല തറവായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ ഇതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് സമയമൊന്നും കളയണ്ട കേട്ടോ. നമുക്കൊക്കെ അറിയാമല്ലോ സി എന്ന് പറഞ്ഞാൽ 1 by root of mu 0 epsilon 0 അല്ലേ. The speed of the electromagnetic wave or the light in free space c is equal to 1 by root of mu 0 epsilon 0. So c square is equal to 1 by mu 0 epsilon 0. Dimension of LHS should be equal to dimension of RHS. C യുടെ dimension നമുക്കറിയാം. C യുടെ dimension LT raised to minus 1 ആണ്, സ്പീഡാണ്. അപ്പോൾ തന്നെ LT raised to minus 1. അപ്പോൾ c square ആകുമ്പം L square T raised to minus 2 which is equal to L square by T square. L square by T square എന്ന് എഴുതിയേക്കുന്നത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ 2. വെരി സിമ്പിൾ അല്ലേ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ ഇല്ലയോ എന്നുള്ള ആ ഒരു ലോജിക്കാണ് ചെക്ക് ചെയ്യുന്നത്. സോ ദ ഓപ്ഷൻ 2 is the right choice for question for this particular question. Now proceeding to the significant figures. ആ പേര് പറയുന്ന പോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ്, അതിനാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഒരു മെഷർമെൻറ്റിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ്. അപ്പോൾ പല യൂണിറ്റൊക്കെ എഴുതുന്നതുകൊണ്ട് തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഒരു മെഷർമെൻറ്റിനെ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഫോമിലെ റെപ്രസെൻറ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഫോമില റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ സ്റ്റാൻഡേർഡ് ഫോം ആ മെഷർമെൻറ്റിന് എത്ര സിഗ്നിഫിക്കൻറ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ടെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ എപ്പോഴും ഈ ഒരു സയൻറ്റിഫിക് നൊട്ടേഷനിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. അതായത് ഒരു ഡെസിമൽ കഴിഞ്ഞിട്ട് അവസാനം വരുന്ന സീറോസ് ആണെന്നുണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞിട്ട് അവസാനം വരുന്ന 0 ആണെന്നുണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു മെഷർമെൻറ്റിൽ 32.0 മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് അവസാനം വന്ന 0 ആയതുകൊണ്ട് ഇതെന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. നോൺ സീറോ ഡിജിറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ തന്നെ എപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഈ സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സിൻ്റെ റൂളൊക്കെ വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സിൻ്റെ മെഷർമെൻറ്റ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ്റെ ഒക്കെ റൂൾസ് അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ സപ്പോസ് ലെങ്ത് മെഷർ ചെയ്തു, ബ്രെഡ്ത്ത് മെഷർ ചെയ്തു, ഓക്കെ, കൂടെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടയോ? ഏരിയ ഈക്വൽ ടു എന്താണ്? ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലയോ? ഏരിയ ഈക്വൽ ടു ലെങ്തിൻ്റെ ബ്രെഡ്ത്ത്. അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും മെഷർമെൻറ്റിന് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആൻസറിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ് ഉണ്ടെന്ന് എങ്ങനെ അറിയും? അപ്പോൾ അതുകൊണ്ട് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലെ പെരിമീറ്റർ ആണെങ്കിൽ അഡീഷനാണ്. അപ്പം അതിനൊക്കെ ഒരു റൂളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ പറയാം, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഡിവിഷൻ്റെ കേസിലാണ് നമ്മൾ മെഷർമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്യുമ്പം കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റിൻ്റെ അകത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എത്രയുണ്ടോ, ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് അല്ലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയുണ്ടോ അത്രയും നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ അകത്ത് പാടുള്ളൂ. ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് വി ഹാവ് എ മെഷർമെൻറ്റ് ആസ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഡിവിഷൻ്റെ കേസ് ഇങ്ങനെ തന്നെ കേട്ടോ. സപ്പോസ് വി ഹാവ് എ മെഷർമെൻറ്റ് ആസ് 6.4 മീറ്റർ. ഓക്കെ, വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് അനദർ മെഷർമെൻറ്റ് ലെറ്റ്സ് സേ 0.2 മീറ്റർ. ഓക്കെ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 6.4 into 0.2 മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തോ? 6.4 into 0.2 4 2s are 8 6 2s are 12 അല്ലേ. അപ്പോൾ 0.2 ആണെന്നുണ്ടെങ്കിൽ 1.28. ഓക്കെ, നമുക്ക് കിട്ടി 1.28 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഈ രണ്ട് മെഷർമെൻറ്റ്സും കൂടെ നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. നോക്കിക്കേ, 6.4 മീറ്ററിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്? മൊത്തം സിഗ്നിഫിക്കൻ്റ് അല്ലേ? സോ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 0.2 മീറ്ററിൻ്റെ അകത്ത് 0 എന്ന് പറഞ്ഞാൽ ഈ ഡെസിമലിന് മുമ്പ് എഴുതുന്ന 0, ചുമ്മാ ഡെസിമൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതുന്ന, അതിന് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് എത്രയുണ്ട്? ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് വന്നാൽ മതി? ലീസ്റ്റ് നമ്പർ ആണെങ്കിൽ എത്ര വന്നാൽ മതി? ഒരൊറ്റ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് വന്നാൽ മതി. പക്ഷേ നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര വന്നിട്ടുണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വന്നിട്ടുണ്ട്. പക്ഷേ എത്ര എണ്ണം മതി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മതി എന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഇത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഈ 2ഉം 8ഉം അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യണം അല്ലേ. ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ് 2 ആണ്. ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ടത് 2 5നേക്കാൾ ചെറുതാണെങ്കിൽ പ്രിസീഡിങ് ഡിജിറ്റിനെ, അതിന് മുന്നേയുള്ള ഡിജിറ്റിനെ എന്തെങ്കിലും ചെയ്യുമോ? ഇങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ് 5നേക്കാൾ കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നേയുള്ള ഡിജിറ്റിനെ നമ്മൾ ഒന്ന് വെച്ചിട്ട് കൂട്ടും. കുറവാണ് നമ്മൾ ഒന്നും ചെയ്യൂല അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ടത് 2 ആണ്. അത് 5നേക്കാൾ ചെറുതാണെങ്കിൽ പ്രിസീഡിങ് ഡിജിറ്റിനെ ഒന്നും ചെയ്യത്തില്ല. സോ അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ദ ഫൈനൽ ആൻസർ ഷുഡ് ബി
only 1 meter square rounded off to one significant figure. Okay, അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലാണെങ്കിൽ നമ്മുടെ കൊടുത്തിരിക്കുന്ന ആൻസറിൻ്റെ അകത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണോ നമ്മുടെ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റിൽ അത്രയും നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ അകത്ത് പാടുള്ളൂ. പക്ഷേ അതേ സമയത്ത് നമ്മുടെ അഡീഷൻ സബ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കേസിലാണെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റിൽ അഡീഷൻ സബ്ട്രാക്ഷൻ്റെ കേസിൽ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എത്രയാണോ അത്രയും ഡെസിമൽ പ്ലേസസേ ഫൈനൽ ആൻസറിൻ്റെ അകത്ത് പാടുള്ളൂ. I'll tell you with another example. Suppose we have a measurement as 3.2 centimeter which has to be added with 3.24 centimeter which has to be added with another measurement 1.1 centimeter. Okay, നമ്മൾ ഈ രണ്ട് മെഷർമെൻറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ട് 4 2 + 1 3 3 + 1 4. ഓക്കെ, നമ്മൾ എഴുതും 4.34 സെൻറ്റിമീറ്റർ എന്ന്. പക്ഷേ അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് അഡീഷൻ സബ്ട്രാക്ഷൻ കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റിൻ്റെ അകത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എത്രയാണോ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എത്രയാണോ അത്രയും ഡെസിമൽ പ്ലേസസേ ഫൈനൽ ആൻസറിൻ്റെ അകത്ത് പാടുള്ളൂ. അഡീഷൻ സബ്ട്രാക്ഷൻ്റെ കേസിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ് നോക്കേണ്ടത്. ലീസ്റ്റ് നമ്പർ ഓഫ് എന്ത് നോക്കാനാണ് പറഞ്ഞത്? ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ഡെസിമൽ പ്ലേസ്, ഇതിൻ്റെ അകത്ത് എത്ര ഡെസിമൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രണ്ട് ഡെസിമൽ പ്ലേസ്, ഇതിൻ്റെ അകത്ത് ഒരു ഡെസിമൽ പ്ലേസ്. ആഡ് ചെയ്തപ്പോൾ വന്ന ആൻസറിൻ്റെ അകത്തും രണ്ട് ഡെസിമൽ പ്ലേസ്. പക്ഷേ നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് രണ്ട് ഡെസിമൽ പ്ലേസ് വേണോ? വേണ്ടല്ലോ, ഒരൊറ്റ ഡെസിമൽ പ്ലേസ് മതി. ഒരു ഡെസിമൽ പ്ലേസ് മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ചുമ്മാ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് വെച്ചാൽ പോരെ. നമ്മൾ ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ടത് 4 ആണ്. 4 5-നേക്കാൾ ചെറുതല്ലേ? ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ് 5-നേക്കാൾ ചെറുതാണെങ്കിൽ അതിന് മുന്നേ ഉള്ള ഡിജിറ്റിനെ പ്രിസീഡിങ് ഡിജിറ്റിനെ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്യത്തില്ല. വിൽ കീപ്പ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. സോ അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് addition subtraction the final added measurement should be only 4.3 centimeter with 1 decimal place in the final answer. കാരണം കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റിൻ്റെ അകത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എന്ന് പറയുന്നത് 1 ആയിരുന്നു. സോ നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ അകത്തും ഒരു ഡെസിമൽ പ്ലേസേ പാടുള്ളൂ അക്കോർഡിംഗ് ടു ദി റൂൾ ഓഫ് അഡീഷൻ സബ്ട്രാക്ഷൻ. സോ അഡീഷൻ സബ്ട്രാക്ഷൻ്റെ കേസിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ്റെ കേസിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡേയ്സ്. ഗൈസ് ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ആ റൂൾ അങ്ങ് നോക്കി വെച്ചാൽ മതി കേട്ടോ. കഷ്ടപ്പെട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാൻ പോലും പോകണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. ഇതും PYQ ആണ് കേട്ടോ. ദ ഏരിയ ഓഫ് റെക്ടാങ്കുലർ ഫീൽഡ് ഇൻ മീറ്റർ സ്ക്വയർ ഓഫ് ലെങ്ത് 55.3 meter ആൻഡ് ബ്രെഡ്ത്ത് 25 meter ആഫ്റ്റർ റൗണ്ടിങ് ഓഫ് ദ വാല്യൂ ടു ഫോർ കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് സീസ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സിൻ്റെ നമ്മുടെ ഏരിയയുടെ അല്ലെ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ അറിയാവോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം ഈ റെക്ടാങ്കുലർ ആണെന്നുണ്ടെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ റൂൾ എന്താണ്? ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ലെങ്തിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് തന്നേക്കുന്നത്? 55.3 meter ആണ് തന്നേക്കുന്നത്. ബ്രെഡ്ത്തിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 25 meter. ഈ മെഷർമെൻറ്റിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ്. എല്ലാം നോൺ സീറോ ആണ്, അപ്പോൾ എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് വരണം? നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ അകത്ത് ആകെ 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സേ വരാൻ പാടുള്ളൂ. നമുക്ക് നോക്കിയാലോ ഈ മെഷർമെൻറ്റിൻ്റെ അകത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉള്ള ഏത് മെഷർമെൻറ്റാന്ന് നോക്കാം. 1382. ഇത് ശരിയാവോ? ഇത് ശരിയാവത്തില്ലല്ലോ. ഈ പുള്ളിക്കാരൻ്റെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്? എല്ലാം നോൺ സീറോ. 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. 1 2 3 4 5. ഈ ഓപ്ഷനും ശരിയാവത്തില്ല. ഇതിൻ്റെ അകത്തും 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. അടുത്ത പാർട്ടി ഒന്ന് നോക്കിക്കേ. നമ്മുടെ ആൻസറിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് വേണമെന്ന് പറഞ്ഞേ? 2 അല്ലേ? 1 4 സിഗ്നിഫിക്കൻ്റാ. 1 4 സിഗ്നിഫിക്കൻ്റാ. പക്ഷെ 10⁻²2 സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. പവേഴ്സ് ഓഫ് 10 ഒരു മെഷർമെൻറ്റിൻ്റെ അകത്ത് സിഗ്നിഫിക്കൻ്റ് ആണോ? അല്ല. ഓർത്ത് വെച്ചോണം കേട്ടോ. ഒരു മെഷർമെൻറ്റിൻ്റെ അകത്ത് പവേഴ്സ് ഓഫ് 10ന് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. പവേഴ്സ് ഓഫ് 10ന് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. അപ്പോൾ ഈ മെഷർമെൻറ്റിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റാണ് ഉള്ളത്? 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. നമ്മുടെ ആൻസറിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് മതിയായിരുന്നു? 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് മതിയായിരുന്നു. സോ ദ റൈറ്റ് ചോയ്സ് ഈസ് ഓപ്ഷൻ
3, the final answer according to the rule of multiplication should have only the least number of significant digits as given in the measurement. So option 3 is the right choice for question for this particular question. Option 4 ഓട് നോക്കിയാൽ കേട്ടോ 138 അത് ശരിയാണ്. പക്ഷേ 3 സിഗ്നിഫിക്കൻസ് ഫിഗർ വന്നു. 10⁻⁻ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനീഷ്യൽ സീറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് വി ഹാവ് എ മെഷർമെൻറ്റ് റിട്ടൺ ആസ് 0.0202 അല്ല 0222 ഓക്കെ 023 ഓക്കെ. ഇനീഷ്യൽ സീറോസ് സിഗ്നിഫിക്കൻ്റ് ഈസ് 0.023 ലെറ്റ്സ് എ കിലോഗ്രാം. ഓക്കെ, ഒരു മെഷർമെൻറ്റ് ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇനീഷ്യൽ സീറോസിന് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുന്നേ വരുന്ന സീറോസിനൊന്നും സിഗ്നിഫിക്കൻസ് ഇല്ല. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുന്നേ വരുന്ന സീറോസിനൊന്നും സിഗ്നിഫിക്കൻസ് ഇല്ല. പക്ഷേ 2ഉം 3യും നോൺ സീറോ ഡിജിറ്റാണ്, അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ ഈ മെഷർമെൻറ്റിൻ്റെ അകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റാണ് ഉള്ളത്? 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഓക്കെ, അത് ഓർത്തോണേ. ഇനീഷ്യൽ സീറോസ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുന്നേ വരുന്ന സീറോസിനൊന്നും സിഗ്നിഫിക്കൻസ് ഇല്ല. ഓക്കെ, യാ. സോ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സിഗ്നിഫിക്കൻ്റ് ഡേയ്സ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ്റെ ഒക്കെ റൂള്. ഓക്കെ, നമുക്കിനി അടുത്ത ഇറർ അനാലിസിസ് കേൾക്കുമ്പോഴേ ഇറർ അല്ലേ? പക്ഷേ ഈ എന്ത് മെഷർ ചെയ്താലും ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഇറർ ഉണ്ട്. ഇറർ എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്റേക്ക്. എപ്പോഴത്തെ മിസ്റ്റേക്കാണ്? നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കാണോ? അല്ല കേട്ടോ. ലൈഫിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കാണെങ്കിൽ പിന്നെ അത് ക്ഷമിച്ചെന്നൊക്കെ വരും. പക്ഷേ നമ്മുടെ ഈ മെഷർമെൻറ്റിൽ സംഭവിക്കുന്ന മിസ്റ്റേക്സിനൊന്നും ക്ഷമ എന്ന് പറയുന്നൊരു സംഭവം ഇല്ല കേട്ടോ. മെഷർമെൻറ്റിൽ സംഭവിക്കുന്ന എല്ലാ മിസ്റ്റേക്സും എപ്പോഴും ആഡ് ചെയ്യത്തുള്ളൂ. അതിപ്പോൾ പോസിറ്റീവ് മിസ്റ്റേക്ക് ആണെങ്കിലും വേണ്ടില്ല, പോസിറ്റീവ് എറർ ആണെങ്കിലും വേണ്ടില്ല, നെഗറ്റീവ് എറർ ആണെങ്കിലും വേണ്ടില്ല, ഇറേഴ്സ് ആർ ഓൾവേസ് ആഡഡ്. അത് എപ്പോഴും ഓർത്ത് വെച്ചോ കേട്ടോ. മേജർ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഒരു മെഷർമെൻറ്റിൻ്റെ അകത്ത് ഇറേഴ്സ് പോസിറ്റീവ് എറർ ആകാം, നെഗറ്റീവ് എറർ ആകാം, പക്ഷേ ഇറേഴ്സ് ആർ ഓൾവേസ് ആഡഡ്. ഓക്കെ, പല ടൈപ്പ് ഓഫ് എറർ ഉണ്ട്. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്നാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് എറർ എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇറർ എത്രയാണെന്ന് അറിയുകയും ചെയ്യാം, അതിനെ റെക്ടിഫൈ ചെയ്യാനും പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. അതന്നെ എററല്ലേ? എക്സാമ്പിൾ ലീസ്റ്റ് കൗണ്ട് നമുക്കറിയാമല്ലോ. ഈ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നതിൽ നല്ല സീറോ എറർ നോക്കിക്കോ. സീറോ എറർ നമ്മൾ ഒരു വെർണി കാലിപ്പറോ സ്ക്രൂ ഗേജോ ഒക്കെ കിട്ടിയാൽ ലാബിൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സീറോ എറർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ? അല്ലേ? കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനും പറ്റും. ശരിയാണോ? അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് എററാണ്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് അറിയുകയും ചെയ്യാം, നമുക്കതിനെ റെക്ടിഫൈ ചെയ്യാനും പറ്റുമെങ്കിൽ ആ ടൈപ്പ് ഓഫ് എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? സിസ്റ്റമാറ്റിക് എറർ. ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റമാറ്റിക് എറർ നമ്മളിപ്പോൾ പറഞ്ഞ ഈ സീറോ എറർ. കറക്റ്റായിട്ട് അറിയുകയും ചെയ്യാം, റെക്ടിഫൈ ചെയ്യാനും പറ്റും. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് എറർ ഉണ്ട്. അതെന്നെ എററാണെന്നറിയോ? അതാണ് നമ്മുടെ റാൻഡം എറർ. അതെന്നെ എററാണ് ഈ റാൻഡം എറർ എന്ന് പറഞ്ഞാൽ. ഈ റാൻഡം എറർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? റാൻഡമായിട്ട് വരുന്ന എറേഴ്സ്. അതായത് ഇപ്പോൾ ഞാൻ പറയാം, നമ്മൾ ലാബിൽ മെഷർമെൻറ്റ് എടുക്കുമ്പം ഒരു പ്രാവശ്യമാണോ മെഷർമെൻറ്റ് എടുക്കുന്നത്? അല്ല. നമ്മൾ എത്ര പ്രാവശ്യം എടുക്കും? മിനിമം ഒരു 5 പ്രാവശ്യം എടുക്കും അല്ലേ? ചിലരുടെ അവിടെ എന്ന് പറയുന്നത് ഞങ്ങൾ 3 പ്രാവശ്യം എടുക്കത്തുള്ളൂ. ആയിക്കോട്ടെ, 3 എന്തായാലും ഒന്നല്ലല്ലോ, 3, 4, 5, 10 ഒക്കെ എടുക്കും അല്ലേ? അപ്പോൾ ഈ 5 പ്രാവശ്യമൊക്കെ മെഷർമെൻറ്റ് എടുക്കും. 5 പ്രാവശ്യം മെഷർമെൻറ്റ് എടുക്കുന്നു. ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് സെയിം ആണ്, നമ്മുടെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് സെയിം ആണ്, എല്ലാം സെയിമാണ്. എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ സെയിമാണ്, നമ്മുടെ സൈക്കോളജിക്കൽ കണ്ടീഷൻ ഉൾപ്പെടെ എല്ലാം സെയിം ആയിട്ടും നമുക്ക് 5 പ്രാവശ്യം എടുത്തിട്ടുണ്ട്, 5 പ്രാവശ്യവും 5 ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സ് കിട്ടും. കാരണം എന്താ? ആർക്കറിയാമല്ലേ? നമുക്കറിയത്തില്ല കൃത്യമായിട്ട്. അങ്ങനെ പല വാല്യൂസ് വരുന്നതിൻ്റെ കാരണം നമുക്കറിയത്തില്ല. അങ്ങനെ റാൻഡമായിട്ട് എന്തോ കാരണം കൊണ്ട് വരുന്ന ആ എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റാൻഡം എറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ റാൻഡം എറേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. പക്ഷെ നമുക്കതിനെ കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുന്നത് ആലോചിച്ച് നോക്കിയേ. ഒരാൾ 5 പ്രാവശ്യം മെഷർമെൻറ്റ് എടുത്തു, മറ്റേ ആൾ 10 പ്രാവശ്യം മെഷർമെൻറ്റ് എടുത്തു. എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 5 പ്രാവശ്യമോ 10 പ്രാവശ്യമോ ഒക്കെ എടുത്തിട്ട് പിന്നെ എന്താ ചെയ്യുക? അതിൻ്റെ ആവറേജ് എടുക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 5 പ്രാവശ്യം മെഷർമെൻറ്റ് എടുത്ത പുള്ളിക്കാരൻ്റെ ആവറേജ് വാല്യൂ ആണോ 10 പ്രാവശ്യം മെഷർമെൻ്റ് എടുത്ത പുള്ളിക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് പുള്ളിക്കാരിയുടെ എന്നങ്ങ് പറഞ്ഞേക്കുന്നു. ഓക്കെ, എന്തായാലും രണ്ടാമത്തെ ആൾ 10 പ്രാവശ്യം എടുത്ത് ആ 10 പ്രാവശ്യം എടുത്ത ആ സ്റ്റുഡൻറ്റിൻ്റെ ആവറേജ് വാല്യൂ ആണോ അല്ലെങ്കിൽ ആ ഒബ്സർവറിൻ്റെ ആവറേജ് വാല്യൂ ആണോ? ഏതായിരിക്കും
കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള മെഷർമെൻറ്റ് ഏതായിരിക്കും? 5 പ്രാവശ്യത്തിൻ്റെ ആണോ 10 പ്രാവശ്യത്തിൻ്റെ ആണോ? അവിടെ പറഞ്ഞു 10 പ്രാവശ്യത്തിൻ്റെ അല്ലേ. അപ്പോൾ അതായത് നമുക്ക് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ എറർ ഇൻ ദ മെഷർമെൻറ്റ് 1/n ടൈംസ് ആയിട്ട് കുറയും. എന്താ ഞാൻ പറഞ്ഞത്? അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ. ഇഫ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ് n ടൈംസ് ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 1/n ടൈംസ്. ഓക്കെ, അപ്പം ഒരാൾ വന്ന് 100 ടൈംസ് ഒബ്സർവേഷൻസ് എടുത്തു, മറ്റേ ആൾ 500 ടൈംസ് ഒബ്സർവേഷൻ എടുത്തെങ്കിൽ 500 ടൈംസ് ഒബ്സർവേഷൻ എടുത്ത ആളുടെ മെഷർമെൻറ്റിലെ ഇറർ 100/500 ടൈംസ്, അതായത് 1/5 ടൈംസ് ആയിട്ട് കുറയുമായിരിക്കും. അപ്പം മാത്തമാറ്റിക്കലി പറയുന്നത് ഇഫ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആർ മെയ്ഡ് n ടൈംസ് ദ എറർ ഇൻ ദ മെഷർമെൻറ്റ് 1/n ടൈംസ് ആയിട്ട് കുറയുന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ ടൈംസ് ഓഫ് മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആവറേജ് എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മെഷർമെൻറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം റാൻഡം എറേഴ്സിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിൻ്റെ എണ്ണം അങ്ങോട്ട് കൂട്ടുകയോ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, അക്യുറസി പ്രിസിഷൻ എന്നൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടാണ്. ചിലർക്ക് ചില കൺഫ്യൂഷനൊക്കെ ഉണ്ട്, ചിലർക്ക് ആ പ്രശ്നമൊന്നുമില്ല. അക്യുറേറ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമുക്കൊരു മെഷർമെൻ്റ് ഉണ്ട്, ലെറ്റ്സ് സേ 5.00 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഒരു ആക്ച്വൽ മെഷർമെൻ്റ് ഉണ്ട്. ഒരു ആക്ച്വൽ മെഷർമെൻറ്റ് ഇത്രയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കുട്ടി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക 5.13 സെൻറ്റിമീറ്റർ, 5.15 സെൻറ്റിമീറ്റർ, 5.16 സെൻറ്റിമീറ്റർ, ഇങ്ങനെയൊക്കെയാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6.12 സെൻറ്റിമീറ്റർ, 6.13 സെൻറ്റിമീറ്റർ, 6.14 സെൻറ്റിമീറ്റർ, അങ്ങനെയൊക്കെയാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് ഇച്ചിരി കൂടെ ഒന്ന് മാറ്റിയേക്കാം, കാരണം നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 5.1 സെൻറ്റിമീറ്റർ, 5.2 സെൻറ്റിമീറ്റർ, 5.3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ മെഷർമെൻറ്റ്സിൻ്റെ അകത്ത് ഏത് മെഷർമെൻ്റ് ആയിരിക്കും കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്? ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് മെഷർമെൻ്റ് ആണോ അതോ സെക്കൻഡ് സെറ്റ് ഓഫ് മെഷർമെൻ്റ് ആണോ? ഇപ്പോൾ ഉടനെ എനിക്കറിയാം, ഇപ്പോൾ ഉടനെ ആൻസർ വരുമെന്ന്. ഫസ്റ്റ് സെറ്റ് ഓഫ് മെഷർമെൻറ്റ്. ശരിയാട്ടോ, ഫസ്റ്റ് സെറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിന് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ? കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എന്ന് പറയാൻ കാരണം എനിക്കറിയാം. കാരണം ഈ മെഷർമെൻറ്റ്സ് എല്ലാം ക്ലോസ് ടു ആക്ച്വൽ വാല്യൂ ആണ്. മെഷർമെൻറ്റ്സ് ക്ലോസ് ടു ആക്ച്വൽ വാല്യൂ ആണെങ്കിൽ ദോസ് ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ്സ് ആർ കോൾഡ് ആസ് അക്യുറേറ്റ് മെഷർമെൻറ്റ്സ്. പക്ഷേ അതേ സമയത്ത് ഈ മെഷർമെൻറ്റ്സ്, ഈ സെറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് ഒക്കെ അക്യുറേറ്റ് മെഷർമെൻ്റ് അല്ല, പക്ഷേ ഈ സെറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് പ്രിസൈസ് മെഷർമെൻ്റ് ആണ്. ഈ സെറ്റ് ഓഫ് മെഷർമെൻറ്റ്സിനെ പ്രിസൈസ് മെഷർമെൻ്റ് എന്ന് നിങ്ങൾ വിളിക്കാനുള്ള കാരണവും എനിക്കറിയാം. കാരണം ഈ മെഷർമെൻറ്റ്സ് എല്ലാം ക്ലോസ് ബൈ വാല്യൂസ് അല്ലേ. നോക്കിക്കേ, ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. 6.12 6.13 തമ്മിൽ 0.01 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവരും തമ്മിലും 0.01 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അതേ സമയത്ത് ഈ മെഷർമെൻറ്റ്സ് തമ്മിൽ ഇവനും തമ്മിലാണെങ്കിൽ 0.1 സെൻറ്റിമീറ്ററിൻ്റെ, ഇവനും തമ്മിൽ 0.1 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. 0.1 ആണോ കൂടുതൽ, 0.01 ആണോ കൂടുതൽ? 0.1 സെൻറ്റിമീറ്റർ അല്ലേ കൂടുതൽ. അപ്പോൾ ഈ മെഷർമെൻറ്റ്സ് തമ്മിൽ വലിയ വ്യത്യാസമില്ല, തൊട്ടടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. മെഷർമെൻറ്റ്സ് എല്ലാം അടുത്തടുത്തുള്ള വാല്യൂസ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെഷർമെൻറ്റിനെയാണ് നമ്മൾ പ്രിസൈസ് മെഷർമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അതേസമയം ആക്ച്വൽ മെഷർമെൻറ്റിനോട് ക്ലോസ് ബൈ ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? അക്യുറേറ്റ് മെഷർമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അക്യുറേറ്റ് ആണെന്ന് വെച്ചാൽ പ്രിസൈസ് ആണെന്നോ അക്യുറേറ്റ് ആണെന്നോ യാതൊരു നിർബന്ധവുമില്ല. അക്യുറേറ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആക്ച്വൽ മെഷർമെൻറ്റിനോട് ക്ലോസ് ബൈ ആണെങ്കിൽ അക്യുറേറ്റ് മെഷർമെൻറ്റ് എന്ന് വിളിക്കും. പ്രിസൈസ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ മെഷർമെൻറ്റ്സ് ആർ ക്ലോസ് ടു ഈച്ച് അതർ. അക്യുറേറ്റ് ആണെന്ന് വെച്ചാൽ പ്രിസൈസ് ആണെന്നോ വെച്ചാൽ അക്യുറേറ്റ് ആണെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഇവർ രണ്ടുപേരും കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഐഡൻറ്റിറ്റീസ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ഗൈസ്, സോ പക്ഷെ നിങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. 5.1 സെൻറ്റിമീറ്റർ, 5.1 ഒന്നും അല്ല, ഇങ്ങനെയല്ല കിട്ടുക. 5.01 സെൻറ്റിമീറ്റർ, 5.02 സെൻറ്റിമീറ്റർ, 5.00 സെൻറ്റിമീറ്റർ, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ. ഈ മെഷർമെൻറ്റ്സ് അക്യുറേറ്റ് ആണോ? ആണല്ലോ. ഈ മെഷർമെൻറ്റ് ക്ലോസ് ടു ആക്ച്വൽ വാല്യൂ അല്ലേ? ഈ മെഷർമെൻറ്റ്സ് പ്രിസൈസ് ആണോ? പ്രിസൈസും ആണല്ലോ. ഓരോ മെഷർമെൻറ്റ്സും ക്ലോസ് ടു ഈച്ച് അതർ അല്ലേ? അപ്പോൾ മെഷർമെൻറ്റ് അക്യുറേറ്റ് മാത്രമാകാം, പ്രിസൈസ് മാത്രമാകാം, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും ആകാം, അല്ലെങ്കിൽ രണ്ടും അല്ലാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവരൊന്നും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അതായത് അക്യുറസിയും പ്രിസിഷനും രണ്ടും സെപ്പറേറ്റ് ഐഡൻറ്റിറ്റീസ് ആണെന്നുള്ള കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. സപ്പോസ്
ഓക്കെ, എന്താ പറയുക, ഒരു പർട്ടിക്കുലർ മെഷർമെൻറ്റിലെ എറർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എറർ അല്ലെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വൽ വാല്യൂവിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ട് അതിനല്ലേ നമ്മൾ എറർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ അബ്സല്യൂട്ട് എറർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് എറർ അല്ലെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട് എറർ അല്ലെ എറർ എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം ലെറ്റ്സ് സേ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ വാല്യൂ അത് പറഞ്ഞപ്പോഴാണ് ആക്ച്വൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആക്ച്വൽ വാല്യൂ എങ്ങനെയാണ് ഗൈസ് കണ്ടുപിടിക്കുന്നത് പറയൂ. ആക്ച്വൽ വാല്യൂ ഡെൽറ്റ എക്സ് ആക്ച്വൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 പ്രാവശ്യം ഒബ്സർവേഷൻ എടുത്തിട്ട് അതിൻ്റെ ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, മീൻ വാല്യൂ എടുക്കുകയല്ലേ ചെയ്യുന്നത്. ആക്ച്വൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മീൻ വാല്യൂ അല്ലേ. ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ. ഓക്കെ, ഇപ്പോൾ സപ്പോസ് n ടൈംസ് ഒബ്സർവേഷൻസ് ഉണ്ട്, x1 x2 അങ്ങനെ n ടൈംസ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് വാല്യൂ അങ്ങ് എടുക്കുകയല്ലേ ചെയ്യുന്നത്. So actual value x bar is equal to x1 plus x2 plus up to xn the whole divided by n. അതായത് എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് വാല്യൂ അങ്ങോട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇറർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ആക്ച്വൽ വാല്യൂവിൽ നിന്ന് ആ പർട്ടിക്കുലർ ഒബ്സർവേഷൻ ഏതാണോ അതങ്ങ് സബ്ട്രാക്ട് ചെയ്തേച്ചാൽ പോരെ. ആക്ച്വൽ വാല്യൂവിൽ നിന്ന് ആ പർട്ടിക്കുലർ ഒബ്സർവേഷൻ ഏതാണോ അതങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ ഗൈസ്. സോ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ വാല്യൂവിൽ നിന്ന് അതങ്ങ് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട് എറർ കിട്ടും. പിന്നെ ഇനി നമുക്ക് അബ്സല്യൂട്ട് എറർ അങ്ങനെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് റിലേറ്റീവ് എറർ കിട്ടണമെന്നുണ്ടെങ്കിലോ, റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് എറർ കിട്ടണമെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് എററിനൊക്കെ മുമ്പേ കുറേ കാര്യങ്ങളുണ്ടല്ലേ. റിലേറ്റീവ് എററിന് മുമ്പ് നമുക്ക് ഓരോന്നിൻ്റെ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആക്ച്വൽ വാല്യൂ നമുക്ക് സബ്ട്രാക്ട് ചെയ്തേച്ചാൽ മതി. പക്ഷേ നമ്മുടെ എന്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലോ അങ്ങനെ മൊത്തത്തിൽ ഓരോ ഒബ്സർവേഷനിൽ എത്ര എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ എററിൻ്റെ എല്ലാം കൂടെ മീൻ എടുക്കണ്ടേ. പക്ഷേ ചില എറർ പോസിറ്റീവും ചില എറർ നെഗറ്റീവും അല്ലേ. നെഗറ്റീവ് എററിനെ നമ്മൾ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യുമോ, നെഗറ്റീവ് എററിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമോ, ഇല്ല. എറേഴ്സ് ആർ ഓൾവേസ് എന്താണെന്ന് പറഞ്ഞാൽ ആഡഡ്. അപ്പം അബ്സല്യൂട്ട് എറർ ചിലപ്പം പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ എറേഴ്സ് ആർ ഓൾവേസ് ആഡഡ്. അപ്പം മൊത്തത്തിലുള്ള എറർ മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മാഗ്നിറ്റ്യൂഡ് എടുക്കത്തേ ഉള്ളൂ. മീൻ അബ്സല്യൂട്ട് എറർ നമ്മുടെ മെഷർമെൻറ്റിനകത്ത് മൊത്തത്തിലുള്ള എറർ ഡെൽറ്റ എക്സ് ബാർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ എററിൻ്റെയും കൂടെ മാഗ്നിറ്റ്യൂഡിൻ്റെ മീൻ എടുക്കുന്നത്. മോഡ് ഓഫ് ഡെൽറ്റ എക്സ് 1 പ്ലസ് മോഡ് ഓഫ് ഡെൽറ്റ എക്സ് 2 പ്ലസ് അപ് ടു മോഡ് ഓഫ് ഡെൽറ്റ എക്സ് എൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, സോ മീൻ അബ്സല്യൂട്ട് പോസിറ്റീവ് എററിലും വേണ്ടില്ല നെഗറ്റീവ് എററിലും വേണ്ടില്ല, മൊത്തത്തിലുള്ള എറർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള എററിനെ വിത്ത് റെസ്പെക്ട് ടു ആക്ച്വൽ വാല്യൂ എക്സ് ബാർ ചെയ്യുന്നതാണ് റിലേറ്റീവ് എറർ. അങ്ങനെയല്ലേ, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ആക്ച്വൽ വാല്യൂ എപ്പോഴും അങ്ങനെ തന്നെയാണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എന്താണ്, ആക്ച്വൽ വാല്യൂ. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എന്താണെന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ. അങ്ങനെയാണ് ഈ റിലേറ്റീവ് എററിനെ പെർസെൻറ്റേജ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിലോ, പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഡെൽറ്റ എക്സ് ബാർ ബൈ എക്സ് ബാർ. റിലേറ്റീവ് എററിനെ 100 വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ഗൈസ്, അത്രേ ഉള്ളൂ. പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബാർ ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഡെൽറ്റ എക്സ് ബാർ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ് നമ്മുടെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, ശരിക്കുള്ള വാല്യൂ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിച്ചു, മൊത്തത്തിലുള്ള എറർ കണ്ടുപിടിച്ചു. ഇനി ഇതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇത് ഫൈനലി ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഗൈസ്, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ നമ്മൾ ആക്ച്വൽ അബ്സല്യൂട്ട് എററാണ് തന്നേക്കുന്നതെങ്കിൽ ആക്ച്വൽ വാല്യൂ എഴുതിയിട്ട് പ്ലസ് ഓർ മൈനസ്, കാരണം ഏത് എററാണെങ്കിലും ആഡ് ചെയ്യുക ചെയ്ത്, അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് ഇടണം. എന്നിട്ട് ആ എററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പം അബ്സല്യൂട്ട് എറർ മീൻ അബ്സല്യൂട്ട് എററാണ് തന്നേക്കുന്നെങ്കിൽ ഡെൽറ്റ എക്സ് ബാർ എഴുതും. ഇനി അതല്ല പെർസെൻറ്റേജ് എറർ അതെന്നെങ്കിൽ പിന്നെയും നമ്മൾ ആക്ച്വൽ വാല്യൂ അങ്ങനെ തന്നെ എഴുതും. എന്നിട്ട് നമ്മൾ പെർസെൻറ്റേജ് എറർ പ്ലസ് ഓർ മൈനസ് പെർസെൻറ്റേജ് എറർ എഴുതും. ഓക്കെ, പ്ലസ് ഓർ മൈനസ് പെർസെൻറ്റേജ് എറർ എഴുതും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എറർ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഓർത്തോടെ, ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി മീൻ എടുത്തു, ഓരോന്നിൻ്റെ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി ആക്ച്വൽ വാല്യൂ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കി, മീൻ അബ്സല്യൂട്ട് എറർ മൊത്തത്തിൽ നമ്മുടെ ഒബ്സർവേഷനിൽ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ മീൻ എടുത്തു. പക്ഷേ ഓർത്തോണം, എറേഴ്സ് ആർ ഓൾവേസ് ആഡഡ്. അതിനിട്ട് റിലേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് ബാർ ബൈ എക്സ് ബാർ ആക്ച്വൽ വാല്യൂ വെച്ച് കമ്പയർ ചെയ്തു, പെർസെൻറ്റേജ് ആയപ്പോൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്ച്വൽ വാല്യൂ പ്ലസ് ഓർ മൈനസ് ഏത് എററാണോ തന്നേക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ
അക്യുറസിയെ പറ്റിയും പ്രിസിഷനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു മെഷർമെൻറ്റിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് മാക്സിമം പോസിബിൾ എറർ എന്ന് ആസ്തിറ്റീസ് പറയുന്നതിന് പകരം അവർ ചിലപ്പം നമുക്ക് നമ്മളോട് അക്യുറസി എന്ന് പറയും. ഓക്കെ, നമ്മളോട് ചിലപ്പം അക്യുറസി എന്ന് പറയും, ചിലപ്പോൾ നമ്മളോട് അക്യുറസി എന്ന് പറയും, ചിലപ്പോൾ നമ്മളോട് പ്രിസിഷൻ എന്ന് പറയും, ചിലപ്പോൾ നമുക്ക് ആ തരുന്ന ലീസ്റ്റ് കൗണ്ട് ആ മെഷറിംഗ് ഡിവൈസിൻ്റെ ലീസ്റ്റ് കൗണ്ട് വെച്ചിട്ട് പറയും. അതായത് ഫോർ എക്സാമ്പിൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്മോളസ്റ്റ് പോസിബിൾ മെഷർമെൻ്റ് ആണെന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇതൊരു സ്കെയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ല വേണ്ട, നമ്മളുടെ സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ആ ഒരു പർട്ടിക്കുലർ മെഷറിംഗ് ഡിവൈസിൻ്റെ ലീസ്റ്റ് കൗണ്ട് ഇപ്പോൾ സ്കെയിലിൻ്റെ ഒക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന, റൂളറിലൊക്കെ ആണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? അതായത് സ്മോളസ്റ്റ് പോസിബിൾ മെഷർമെൻറ്റ് എത്രയാണ്? 1 mm അല്ലേ? എത്രയാണെന്ന് പറഞ്ഞാൽ 1 mm. അപ്പം നമുക്ക് ഏറ്റവും കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? ആ 1 mm വരെയല്ലേ കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഒരു 0.25 mm വരുവാണെന്നുണ്ടെങ്കിൽ ആ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ആ ലീസ്റ്റ് കൗണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ മെഷറിംഗ് ഡിവൈസിൻ്റെ അകത്തുനിന്ന് ഉള്ള മാക്സിമം പോസിബിൾ എററാണ്. പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ആ മെഷറിംഗ് ഡിവൈസിൻ്റെ അകത്തുനിന്നുള്ള മാക്സിമം പോസിബിൾ എററാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, വെർനിയർ കാലിപ്പർ എടുക്കുവാണ്. ജനറലി വെർനിയർ കാലിപ്പേഴ്സിൻ്റെ ഒക്കെ വെർനിയർ കാലിപ്പേഴ്സിൻ്റെ ഒക്കെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1/10 mm ആണ്. അതിനേക്കാളും പ്രിസൈസ് ആയിട്ടുള്ളതുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ ലീസ്റ്റ് കൗണ്ടിൻ്റെ വാല്യൂ ചെറുതായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. ശരിയല്ലേ? അതായത് കുറച്ചുകൂടി എറർ കുറയുന്നു. അപ്പം ആ ലീസ്റ്റ് കൗണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ മെഷറിംഗ് ഡിവൈസിൻ്റെ മാക്സിമം പോസിബിൾ എററാണ്. നമ്മുടെ സ്ക്രൂ ഗേജ് ആണെന്നുണ്ടല്ലോ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള സ്ക്രൂ ഗേജിൻ്റെ ഒക്കെ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ 1/100 mm ഉണ്ട്. അപ്പോൾ 1/100 mm ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന മാക്സിമം പോസിബിൾ എറർ എന്ന് പറയുന്നത് ഈ പറയുന്ന 1/100 mm ആണ്. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. ആ ഡിവൈസ് കാരണമുള്ള മാക്സിമം പോസിബിൾ എറർ നമുക്ക് ഈ ഏതെങ്കിലുമൊക്കെ വേർഡിങ്സ് വെച്ചിട്ടായിരിക്കും പറയുന്നത്. അക്യുറസി പറയാം, പ്രിസിഷൻ എന്ന് പറഞ്ഞാലും ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം പോസിബിൾ എറർ എന്ന് തന്നെ തരും. ഓക്കെ, ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാക്സിമം പോസിബിൾ എററാണ്. ഓക്കെ, ആ മെഷറിംഗ് ഡിവൈസിൻ്റെ മാക്സിമം പോസിബിൾ എററാണ് ലീസ്റ്റ് കൗണ്ട്, അക്യുറസി, പ്രിസിഷൻ. പിന്നെ നമ്മുടെ ഈ ടെലസ്കോപ്പ് മൈക്രോസ്കോപ്പ് ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ പക്ഷേ യൂസ് ചെയ്യുന്ന വേറൊരു വേർഡാണ് കേട്ടോ. എന്തുവാണ്? റെസല്യൂഷൻ. ടെലസ്കോപ്പ് മൈക്രോസ്കോപ്പിലൊക്കെ ലീസ്റ്റ് കൗണ്ട് എന്നല്ല പറയാറുള്ളത്, അല്ലെങ്കിൽ വാച്ചിനൊക്കെ നമ്മൾ റെസല്യൂഷൻ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, റെസല്യൂഷൻ എന്നാണ് പറയാറുള്ളത്. സ്മോളസ്റ്റ് പോസിബിൾ മെഷർമെൻറ്റിന് റെസല്യൂഷൻ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, പറഞ്ഞത് ഇപ്പോൾ കിട്ടിയല്ലോ. അപ്പം അക്യുറസി എന്ന് പറയും, പ്രിസിഷൻ എന്ന് പറയും, റെസല്യൂഷൻ എന്ന് പറയും. ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ മെഷറിംഗ് ഡിവൈസിൻ്റെ മാക്സിമം പോസിബിൾ എറർ. അപ്പോൾ ഈ ഇറേഴ്സിൻ്റെ ഇനി നമുക്ക് ഈ ഇറേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ ഉള്ളൊരു എങ്ങനെയാണ് ഈ ഇറേഴ്സ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന്. അതായത് ഫോർ എക്സാമ്പിൾ ലെങ്ത് മെഷർ ചെയ്തു, അതേപോലെ തന്നെ ബ്രെഡ്ത്ത് മെഷർ ചെയ്തു. അപ്പോൾ ഈ ലെങ്തിലും ബ്രെഡ്ത്തിലും മെഷർമെൻ്റ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലെങ്തിലും ബ്രെഡ്ത്തിലും ഇറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ ഈ അത് വെച്ചിട്ട് മെഷർ ചെയ്യുന്ന ഏരിയയിൽ ഒരു ഇറർ വരത്തില്ലയോ? ശരിയല്ലേ? അതേപോലെ തന്നെ നമ്മൾ പെരിമീറ്റർ, ആ ഇററുള്ള ആ മെഷർമെൻറ്റ് ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും മെഷർമെൻറ്റ് വെച്ച് പെരിമീറ്റർ കണ്ടുപിടിക്കും. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × L + B. അതിൻ്റെ അകത്തും ഇറർ വരത്തില്ലയോ? അപ്പോൾ ആഡ് ചെയ്യുമ്പം, സബ്ട്രാക്ട് ചെയ്യുമ്പം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഒക്കെ എങ്ങനെയാണ് ഇറേഴ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അഡീഷൻ്റെ കേസിൽ നമ്മളെ ഇപ്പോൾ സപ്പോസ് 2 മെഷർമെൻ്റ് ഉണ്ട്. ലെറ്റ്സ് സേ ഒരു മെഷർമെൻറ്റ് വിത്ത് എറർ A ± Δ A ആണ്, മറ്റേ മെഷർമെൻറ്റ് വിത്ത് എറർ B ± Δ B ആണ്. ഓക്കെ, അപ്പോൾ ഈ അഡീഷൻ സബ്ട്രാക്ഷൻ്റെ കേസിൽ, അഡീഷൻ മാത്രമല്ല നമുക്ക് സബ്ട്രാക്ഷനും, അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും, അഡീഷൻ സബ്ട്രാക്ഷൻസിൻ്റെ കേസിൽ, അഡീഷൻ സബ്ട്രാക്ഷൻ്റെ കേസിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വൽ വാല്യൂസ് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്തേക്കണം. ഓക്കെ, ആക്ച്വൽ വാല്യൂസ് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്തേക്കണം. സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വൽ വാല്യൂസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തേക്കണം. പക്ഷേ ഇൻ ബോത്ത് ദ കേസസ് വാട്ട് അബൌട്ട് ദ എറേഴ്സ്?
errors are always added. Okay, അപ്പോൾ ഈ രണ്ട് കേസിലാണെങ്കിലും error that is added delta A plus delta B. Okay, അപ്പോൾ ഫൈനൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് Z plus or minus delta Z. Okay, ഇനി അതേപോലെ തന്നെ ഇതിപ്പോൾ അഡീഷൻ സബ്ട്രാക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ്റെ കാര്യം നോക്കാം. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യം ഒന്ന് നോക്കിയേക്കാം. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഗൈസ്, സപ്പോസ് വി ഹാവ് ദ മെഷർമെൻറ്റ് ആസ് Z is equal to A into B. നമുക്ക് എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഡെൽറ്റ Z by Z is equal to ഡെൽറ്റ A by A പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. എന്നെ എളുപ്പമുണ്ടല്ലേ? നമ്മുടെ ഫൈനൽ റിലേറ്റീവ് എററിൻ്റെ മെഷർമെൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും റിലേറ്റീവ് എറർ വെച്ചിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തേച്ചാൽ മതി. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഡിവിഷൻ്റെയും കേസ്. ശരിക്കും പറഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോഗ് എടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ലോഗരിതമിക് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ. ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ log of Z is equal to log of A രണ്ട് സൈഡിലും ലോഗ് എടുത്തു. log of A into B നമുക്കറിയാലോ എന്താ, log of A plus log of B അല്ലയോ? എന്നിട്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേഷൻ ഓഫ് log of Z നമുക്കറിയാം 1/Z ആണ്. വിത്ത് റെസ്പെക്ട് ടു Z ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്നുണ്ട് ഡെൽറ്റ Z by Z. അതേപോലെ ഡെൽറ്റ ബി ബൈ ബി, അതേപോലെ ഡെൽറ്റ എ ബൈ എ, അതേപോലെ ഡെൽറ്റ ബി ബൈ ബി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിലോ സിമിലർ ആണ്. കാരണം അവിടെയും Z is equal to A by B ആണെങ്കിൽ ഫൈനൽ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തേച്ചാൽ മതി, അതിൻ്റെ റിലേറ്റീവ് എറേഴ്സ് തമ്മിൽ അങ്ങ് ആഡ് ചെയ്തേച്ചാൽ പോരെ. ഫൈനൽ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി റിലേറ്റീവ് എറേഴ്സ് തമ്മിൽ അങ്ങ് ആഡ് ചെയ്തേച്ചാൽ മതി. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നതാണോ അതെന്താ അങ്ങനെയാണ് ശരിയാവുന്നത്? ലോഗ് എടുക്കുമ്പോൾ log of A മൈനസ് log of B അല്ലേ എന്ന്. ശരിയാണ്, പക്ഷേ errors are always added. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഇനി അവസാനത്തത് ഒരു ഓപ്പറേഷനും കൂടെ നോക്കാം. ഈ ചെയ്യുന്ന മെത്തേഡ് എറർ മെത്തേഡാണ് കേട്ടോ. എറർ മെത്തേഡ് എന്ന് അതിനെ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? എറർ മെത്തേഡ്. എക്സ്പോണൻഷ്യൽ ഓപ്പറേഷൻ ആണെങ്കിൽ അത് പറഞ്ഞപ്പോഴാ log of x raised to n എന്താ, n log x അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് പവർ വെച്ചിട്ട് ആ റിലേറ്റീവ് എററിനെ മൾട്ടിപ്ലൈയും കൂടെ ചെയ്യണം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. സപ്പോസ് വി ഹാവ് ദ മെഷർമെൻറ്റ് ആസ് സപ്പോസ് വി ഹാവ് എൻ എക്സ്പ്രഷൻ. ഓക്കെ, നമ്മുടെ എക്സ്പ്രഷൻ Z is equal to A per P B per Q divided by C per R ആണ്. എയും ബിയും സിയും ഒക്കെ മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസഡിലെ എറർ എന്ന് പറയുന്നത് ഡെൽറ്റ Z by Z is equal to കറസ്പോണ്ടിങ് പവേഴ്സ് വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേച്ചാൽ മതി. സോ P into delta A by A plus Q into delta B by B. ഇപ്പോൾ ചിലരെങ്കിലും പറയും മൈനസ് ഇല്ല, errors are always added, so plus R into delta R into delta C by C. Okay, R into delta C by C. Okay, അപ്പോൾ എക്സ്പോണൻഷ്യൽ ഓപ്പറേഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് പവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈൻ. പോസിറ്റീവ് അഡീഷൻ ആണെങ്കിലും വേണ്ടില്ല, സബ്ട്രാക്ഷൻ ആണെങ്കിലും വേണ്ടില്ല, എറേഴ്സ് ആർ ഓൾവേസ് ആഡഡ്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും കേസിൽ റിലേറ്റീവ് എറർ തമ്മിൽ ആഡ് ചെയ്യുക ചെയ്യുന്നത്. എക്സ്പോണൻഷ്യൽ ഓപ്പറേഷനിൽ കറസ്പോണ്ടിങ് പവറും കൂടെ വെച്ചിട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്കതുകൂടെ നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ഓക്കെ, സോ ദ ലാസ്റ്റ് part of this is, check out this question. 2020 question aanu. Very easy and very a type of question which is repeatedly asked for our exams. So check it out. A physical quantity a physical quantity Z depends on 4 observables A, B, C and D as Z is equal to A square B part 2 by 3 divided by square root of C D cube. The percentage of error in the measurement of A, B, C and D are 2%, 1.5%, 4% and 2.5% respectively. The percentage of error in Z is. So, we have to calculate the percentage error in Z. എന്നിട്ട് നമുക്ക് തന്നേക്കുന്നത് ഒരു ഒബ്സർവേഷൻ, നമുക്ക് തന്നേക്കുന്ന എക്സ്പ്രഷൻ ആസ് യു ക്യാൻ സി ഇറ്റ്സ് എൻ എക്സ്പോണൻഷ്യൽ ഓപ്പറേഷൻ. സോ A square B power 2 by 3 divided by square root of C into D cube. എക്സ്പോണൻഷ്യൽ ഓപ്പറേഷൻ ആണ് തന്നേക്കുന്നത്. സോ നമുക്ക് എക്സ്പോണൻഷ്യൽ ഓപ്പറേഷൻ്റെ കേസിൽ എങ്ങനെയാണ് റിലേറ്റീവ് എറർ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാലോ.
ഓക്കെ, ഇവർ റിലേറ്റീവ് എറർ അല്ലേ ചോദിച്ചിരിക്കുന്നത്, പെർസെൻറ്റേജ് എററാണ് ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് എറർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, 100 വെച്ചിട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ പോരെ. ഓക്കെ, നമുക്ക് കറസ്പോണ്ടിങ് പവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കതങ്ങ് ചെയ്തേക്കാമല്ലോ. വെരി ഈസി. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് പവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 2/3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, പവർ 1/2. സോ 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി. ഇനി പെർസെൻറ്റേജ് ഫോമിലാണെങ്കിൽ റിലേറ്റീവ് എററിനെ പെർസെൻറ്റേജ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തേച്ചാൽ മതി ഗൈസ്, 100 വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേച്ചാൽ പോരെ. സോ 100 ഇൻറ്റു 100 ഈച്ച് ആൻഡ് എവറി ടൈം ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 100. ഓക്കെ, യാ. സോ നോക്കിക്കേ, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പെർസെൻറ്റേജ് എററിനെ ഗൈസ് നമുക്ക് തന്നിട്ടില്ലേ. പെർസെൻറ്റേജ് എററിനെ എത്രയാണ്, 2%. പെർസെൻറ്റേജ് എറർ ഇൻ ബി എത്രയാണ്, 1.5%. പെർസെൻറ്റേജ് എറർ ഇൻ സി, ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 എത്രയാണ്, 4%. ആൻഡ് പെർസെൻറ്റേജ് എറർ ഇൻ ഡി ദാറ്റ്സ് ഈക്വൽ ടു 2.5%. സോ എല്ലാം തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് സിംപ്ലിഫൈ. ആൻഡ് വെൻ യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആൻഡ് സിംപ്ലിഫൈങ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 2 into delta a by a into 100 is 2. Okay, plus 2/3 into delta b by b into 100 is 1.5. So I am going to write it as 1.5 can be written as 3/2. Okay, plus 1/2 into delta c by c into 100, that's given as 4% plus 3 into 2.5 can be written as 2 and 1/2. So that is equal to 5/2, right? So 3 into 5/2. Okay. Yeah, so when you simplify, we will be getting it as, okay, so this is equal to 2 into 2, 4 plus 3 and 3 gets cancelled, 2 and 2 gets cancelled, so 4 plus 1 plus 1/2 into 4, that's equal to 2 plus 15/2, that's equal to 7.5, which is equal to 4 plus 1, 5, 5 plus 2, 7. 7 plus 7.5 is 14.5%, which is option 2, and that's the right choice for this particular question of 2020. Yeah, so 14.5%. So this is the way to approach these type of questions. I hope you have enjoyed the classes. So the major area of concentration in this chapter is the units, then the dimensions, and specifically the dimensional analysis, then coming to the significant figures, specifically the rules for addition, subtraction, multiplication, division of significant figures, and then comes the error analysis. So please work out the questions, practice the questions. Okay, so thank you so much, all the best. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.